രാമ 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 ഹരേ ഹരേ. ഗുരുവേ ഗൗരചന്ദ്രായ രാധികായ ദദാലയേ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ നമോ നമഃ. പ്രഭുപാദ് की जय, गुरु महाराज की जय, निताय गौर प्रेमानंदे हरे हरे कृष्ण. मदेक बंधु मत्संगिन मद्गुरु मन्महादना निष्ठारक मद्भाग्य मदानंदा नमस्ते. ग्रंथराज श्रीमद् भागवतम की जय. श्रीमद् भागवतम षष्ठ स्कंदम तृतीय अध्यायम श्लोकम 29. ഇന്നലെ നമ്മൾ നോക്കി ഭഗവാന്റെ തിരുനാമം ജപിക്കുന്ന ഭക്തന്മാരുടെ അല്ലെ സമീപത്തേക്ക് പോലും നിങ്ങൾ ഒരിക്കലും പോകരുത് എന്ന് യമകിങ്കരന്മാർക്ക് യമരാജൻ നിർദ്ദേശങ്ങൾ നൽകും. അപ്പൊ അതുപോലെ തന്നെ ആരെയൊക്കെയാണ് നിങ്ങൾ കൊണ്ടുവരേണ്ടത് എന്നും ആരെയാണ് പിടികൂടേണ്ടത് എന്നും അവർക്ക് പറഞ്ഞു കൊടുക്കും അല്ലെ. അതാണ് നമ്മൾ ഇന്നലെ അവസാനമായിട്ട് നോക്കിയത്. 28ാമത്തെ ശ്ലോകം സ്ക്രീനിൽ കാണാലോ അല്ലെ. ഹരേ കൃഷ്ണ. കാണാം പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓക്കെ, ഇന്നലെ അവസാനമായിട്ട് നോക്കിയതിൽ പറയുന്നത് പരമഹംസന്മാർ ഭൗതികാസ്വാദനത്തിൽ അഭിരുചിയില്ലാത്തവരും ഭഗവാന്റെ പാദകമലങ്ങളുടെ മധു നുകരുന്നവരുമാണ്. എന്റെ പ്രിയങ്കരായ സേവകരെ, ആ മധുവിന്റെ രുചിയോട് വിമുഖരായവരെയും പരമഹംസന്മാരോട് സമ്പർക്കമില്ലാത്തവരെയും നരകത്തിലുള്ള പാതയിലേക്ക് രൂപം നൽകുന്ന ഗൃഹസ്ഥ ജീവിതത്തിലും ലൗകിക ആസ്വാദനത്തിലും ആസക്തരായവരെയും മാത്രം ദണ്ഡിക്കുന്നതിന് എന്റെ മുന്നിലേ കൊണ്ടുവരിക. ഭക്തന്മാരുടെ അടുത്തേക്ക് ഒരിക്കലും പോകരുത്. ഭഗവാനെ മറന്നു ജീവിക്കുന്നവരെ കൊണ്ടുവരാനായിട്ടാണ് പറയുന്നത്. അപ്പോ ഭഗവാന്റെ ശുദ്ധഭക്തന്മാര് അവര് ഈ ഭൗതിക ലോകത്തിനെ ആസ്വദിക്കുന്നതിൽ അവർക്ക് രുചിയില്ലാത്തതാണ്, അഭിരുചിയില്ലാത്തവരാണ്. അവരെപ്പോഴും ഭഗവാന്റെ ഭക്തി സേവനങ്ങളിൽ മുഴുകിയിരിക്കുന്നവരാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആ ഭക്തന്മാരുമായിട്ട് അസോസിയേറ്റ് ചെയ്യാത്തവരെ, ഭഗവാന്റെ ഭക്തിത സേവനത്തിൽ ഏർപ്പെടാത്തവരെ, ഈ ശരീരമാണെന്നുള്ള ബോധത്തില് ഈ ഭൗതിക ലോകം ആസ്വദിച്ച് ജീവിക്കുന്നവരെ അല്ലെ, അവരെയൊക്കെ കൊണ്ടുവരാനായിട്ടാണ് യമരാജൻ തന്റെ ഭൃത്യന്മാരോട് പറയുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തന്നെയാണ് അടുത്ത ശ്ലോകവും. 29ാമത്തെ ശ്ലോകത്തിലും ഇത് തന്നെയാണ് പറയുന്നത്. ശ്ലോകം 29. ഓം നമോ ഭഗവതേ വാസുദേവായ. ജിഹ്വാനഭക്തി ഭഗവത് ഗുണനാമധേയം ചേതശന സ്മരതി തച്ചരണാരവിന്ദം കൃഷ്ണായ നോ നമതി യച്ചിരയേ ഗദാഭി താനാനയദ്വമസംതോ അകൃത വിഷ്ണുകൃത്യൻ. ജിഹ്വാനഭക്തി ഭഗവത് ഗുണനാമധേയം ചേതശന സ്മരതി തച്ചരണാരവിന്ദം കൃഷ്ണായ നോ നമതി യച്ചിരയേ ഗദാഭി താനാനയതമസതോ അകൃത വിഷ്ണുകൃത്യാൻ. ഹരേ കൃഷ്ണ. നമുക്ക് എല്ലാവർക്കും ചൊല്ലാം.
ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ജിഹ്വാന ഭക്തി ഭഗവത് ഗുണനാമധേയം യദശന സ്മരതി തച്ചരണാരവിന്ദം കൃഷ്ണായ നോ നമതി യച്ചിരയേ കഥാപി കാനാനേതമസദോ അകൃത വിഷ്ണു കൃത്യാൻ ജിഹ്വാന ഭക്തി ഭഗവത് ഗുണനാമധേയം േദശന സ്മരതി തച്ചരണാരവിന്ദം കൃഷ്ണായ നോ നമതി യച്ചിരയേ കഥാപി കാനാനേതമസദോ അകൃത വിഷ്ണു കൃത്യാൻ ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഓക്കെ, ഒരാളായിട്ട് ചൊല്ലിക്കൊള്ളു. നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു ശ്ലോകമാണ് അല്ലെ? എല്ലാവരും പറയൂ, എന്തിനാണ് ഇങ്ങനെ എപ്പോഴും നാമം ജപിച്ചിരിക്കുന്നത്? അപ്പൊ അത് ഭഗവാന്റെ നാമം ജപിക്കാത്തവരെയും ഭഗവാന്റെ മുന്നിൽ നമസ്കരിക്കാത്തവരെയും ഒക്കെ പിടിച്ചു കൊണ്ടുവരാനായിട്ടാണ് യമരാജൻ യമകിങ്കരന്മാരോട് പറയുന്നത്. ഓക്കെ ഓക്കെ, ഒരാളായിട്ട് ചൊല്ലിക്കൊള്ളു. അംബികാശ്വരി ദേവദാസ് മാതാജി ചൊല്ലിക്കൊള്ളു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ജിഹ്വാന ഭക്തി ഭഗവത് ഗുണനാമധേയം ചേതശ്ചന സ്മരതി തച്ചരണാരവിന്ദം കൃഷ്ണായ നോ നമതി യച്ചിരയേ കദാപി താനാനയത്വമസതോ ആകൃത വിഷ്ണു കൃത്യാൻ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ മാതാജി. മാതൃശ്യാമദേവദാസ് മാതാജി ചൊല്ലിക്കൊള്ളു. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ജിഹ്വാന ഭക്തി ഭഗവത് ഗുണനാമധേയം ചേതശ്ചന സ്മരതി തത്കരണാരവിന്ദം കൃഷ്ണായ നോ നമതി യത്തിര ഏകദാപി താനാനയത്വമസദോ കൃത വിഷ്ണു കൃത്യാൻ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ മാതാജി. വിജയനാണ് മാതാജി ചൊല്ലിക്കൊള്ളു. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ജിഹ്വാന ഭക്തി ഭഗവത് ഗുണനാമധേയം ചേതശ്ചന സ്മരതി തച്ചരണാരവിന്ദം കൃഷ്ണായ നോ നമതി യച്ചിര ഏകദാപി താനാനയദ്വമസതോ കൃത വിഷ്ണു കൃത്യാൻ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. രാമചന്ദ്ര പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ജിഹ്വാന ഭക്തി ഭഗവത് ഗുണനാമധേയം ചേതശ്ചന സ്മരതി തച്ചരണാരവിന്ദം കൃഷ്ണായ നോ നമതി യച്ചിരയേ കദാപി താനാനയത്വമസതോ അകൃത വിഷ്ണു കൃത്യാൻ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭു. സീതാരാമനുണ്ണി മാതാജി ചൊല്ലിക്കൊള്ളു. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ജിഹ്വാന ഭക്തി ഭഗവത് ഗുണനാമധേയം ചേതസ്ന സ്മരതി തച്ചരണാരവിന്ദം കൃഷ്ണായ നോ നമതി യച്ചിരയേ കദാപി താനാനയത്വമസ്തോ അകൃത വിഷ്ണു കൃതാൻ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. പത്മകുമാരി മാതാജി ചൊല്ലിക്കൊള്ളു. ഹരേ കൃഷ്ണ പ്രഭുജേ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ജിഹ്വാന ഭക്തി ഭഗവത് ഗുണനാമധേയം ചേതശ്ചന സ്മരതി തച്ചരണാരവിന്ദം കൃഷ്ണായ നോ നമതി യച്ചിരയേ കദാപി താനാനയത്വമസതോ കൃത വിഷ്ണു കൃത്യാൻ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. വത്സല ഷാജി മാതാജി ചൊല്ലിക്കൊള്ളു.
हरे हरे कृष्ण प्रभु जी। हरे कृष्ण। चलो ओम नमो भगवते वासुदेवाय। जिह्वान भक्ति भगवद् गुणनामधेयं चेदश्च न स्मरति तच्चरणारविन्दम् कृष्णाय नो नमति यच्चिर एकदापि तानानयध्वमसतो अकृत विष्णुकृत्यान्। हरे कृष्ण प्रभु जी। हरे कृष्ण माता जी। पंकजाश्री माता जी हरे कृष्ण प्रभु जी प्रणाम। प्रणाम। ओम नमो भगवते वासुदेवाय। जिह्वानभक्ति भगवद् गुणनामधेयं चेदश्च न स्मरति तच्चरणारविन्दम् कृष्णाय नो नमति यच्चिर एकदापि तानानयत्व असदो अकृत विष्णुकृत्यान्। हरे कृष्ण प्रभु जी। हरे कृष्ण माता जी। निर्मला माता जी हरे कृष्ण। हरे कृष्ण प्रभु जी। चलो ओम नमो भगवते वासुदेवाय। जिह्वान भक्ति भगवत् गुणनामधेयं चेतश्च न स्मरति तच्चरणारविन्दं कृष्णाय नो नमति यश्चिर एकदापि तानानयध्वमसदो अकृत विष्णुकृत्यान्। हरे कृष्ण प्रभु जी। हरे कृष्ण। अनिता कुमारी माता जी हरे कृष्णा प्रभु जी। हरे कृष्ण। ओम नमो भगवते वासुदेवाय। जिह्वानभक्ति भगवद्गुणनामधेयं चेदश्च न स्मरति तच्चरणारविन्दं कृष्णाय नो नमति यच्चिर एकदापि तानानयध्वमसदो अकृत विष्णुकृत्यान्। हरे कृष्णा प्रभु जी। हरे कृष्ण। शारदा शुभासना दी हरे कृष्ण प्रभु जी। हरे कृष्ण। ओम नमो भगवते वासुदेवाय। जिह्वानव्यक्ति भगवद्गुणनामधेयं चेदश्च न स्मरति तच्चरणारविन्दं कृष्णाय नो नमति यश्चिरमेकदापि तानन्ययदासदो अकृत विष्णुकृत्यान्। हरे कृष्ण। हरे कृष्ण माता जी। वत्सलाय माता जी हरे कृष्णा प्रभु जी। हरे ओम कृष्ण। नमो भगवते वासुदेवाय। जिह्वानवक्त्री भगवद्गुणनामधेयं चेदश्च न स्मरति तच्चरणारविन्दं कृष्णाय नो नमति यच्चिराय कदापि तानानयध्वमसदो कृष्णकृत्यान्। हरे कृष्णा प्रभु जी। हरे कृष्ण। शारदा जी नंबूदी माता जी हरे कृष्ण प्रभु जी। हरे कृष्ण। ओम नमो भगवते वासुदेवाय। जिह्वानभक्ति भगवद्गुणनामधेयं चेतश्च न स्मरति तच्चरणारविन्दं कृष्णाय नो नमति यश्चिर एकदापि तानानयध्वमसदो कृत विष्णुकृत्यान्। हरे कृष्ण प्रभु जी। हरे कृष्ण। रंगमणि माता जी हरे कृष्ण माता जी। हरे कृष्णा प्रभु जी। चलो ओम नमो भगवते वासुदेवाय। जिह्वानभक्ति भगवत् गुणनामधेयं चेदश्च न स्मरति तच्चरणरारविन्दं कृष्णाय नो नमति यच्चिर एकतापि तानानयध्वमसदो अकृत विष्णुकृत्यान्। हरे कृष्णा। हरे कृष्ण। उषा नायर माता जी चलो हरे कृष्ण प्रभु जी। हरे कृष्ण। हरे कृष्ण। ओम नमो भगवते वासुदेवाय। जिह्वानभक्ति भगवद्गुणनामधेयं चेदश्च न स्मरति तत्शरणारविन्दं कृष्णाय नो नमति यच्चिर एकदापि तानानयध्वमसदो कृत विष्णुकृत्यान्। हरे कृष्ण प्रभु जी। हरे हरे कृष्ण। कृष्ण। वसंता माता जी हरे कृष्ण। हरे कृष्ण प्रभु जी। चलो हरे कृष्ण। ओम नमो भगवते वासुदेवाय। जिह्वानभक्ति भगवद्गुणनामधेयं चेतंस न स्मरति तच्चरणारविन्दं कृष्णाय नो नमति यच्चिर एकदापि नानानयध्वमसतो कृत विष्णुकृत्यान्। हरे कृष्ण प्रभु। हरे कृष्ण। शोभा विजय माता जी चलो हरे कृष्ण। हरे कृष्ण प्रभु जी। हरे कृष्ण। चलो ओम नमो
ഓം നമോ ഭഗവതേ വാസുദേവായ. ജിഹ്വാനവത്തി ഭഗവത്ഗുണനാമധേയം ചേതസ്മരന്തി തച്ചരണാരവിന്ദം. കൃഷ്ണായ നൂനമതി യശ്ചിരയേദാമി ദാനാനയത സസദോ അകൃത വിഷ്ണു ഹൃദ്യാൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓക്കെ, മറ്റുള്ളവർക്ക് അടുത്ത ശ്ലോകങ്ങൾ ചൊല്ലാം. നമുക്കിതിന്റെ വിവർത്തനം ഭാവാർത്ഥന ശിവക്വിതാന്ത സാമസ്വില പ്രഭുപാദ. എന്റെ പ്രിയപ്പെട്ട ഭൃത്യന്മാരെ, ആരുടെയൊക്കെ നാവുകളാണോ കൃഷ്ണന്റെ നാമവും ഗുണങ്ങളും കീർത്തിക്കാത്തത് ആ പാപികളെയും, ആരുടെ ഹൃദയങ്ങളാണോ കൃഷ്ണന്റെ പാദകമലങ്ങളെ ഒരിക്കൽ പോലും സ്മരിക്കാത്തത് അവരെയും, ആരൊക്കെയാണോ കൃഷ്ണ ഭഗവാന്റെ മുമ്പിൽ ഒരിക്കൽ പോലും ശിരസ് നമിക്കാത്തത് അവരെയും മാത്രം ദയവായി എന്റെ മുമ്പിൽ കൊണ്ടുവരിക. മനുഷ്യ ജീവിതത്തിലെ ഏകധർമ്മമായ വിഷ്ണുവിന് വേണ്ടിയുള്ള കർത്തവ്യങ്ങൾ നിർവഹിക്കാത്തവരെയും എന്റെ സമീപത്തേക്ക് അയക്കുക. ദയവായി അത്തരം എല്ലാ വിഡ്ഢികളെയും തെമ്മാടികളെയും എന്റെ അടുത്തേക്ക് എത്തിക്കുക. ഭാവാർത്ഥമേസി ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം വിഷ്ണു ഭഗവാനെ പ്രീതിപ്പെടുത്തുകയായതിനാൽ വിഷ്ണു കൃത്യാൻ എന്ന വാക്ക് വളരെ സാരഗർഭമാണ്. വർണ്ണാശ്രമധർമ്മവും ഈ ലക്ഷ്യത്തിന് ഉദ്ദേശിക്കപ്പെട്ടുള്ളതാണ്. വിഷ്ണു പുരാണത്തിൽ 3:8-9 പ്രസ്താവിച്ചിട്ടുള്ളതുപോലെ വർണ്ണാശ്രമാചാരവത പുരുഷേണ പരപ്പുമാൻ വിഷ്ണുർ ആരാധ്യതേ പന്താനാന്യ തത്തോഷണ കാരണം. മനുഷ്യ സമൂഹത്തെ 4ആയി വിഭജിക്കുന്നു: ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ. വർണ്ണാശ്രമധർമ്മവും 4 ആധ്യാത്മിക വിഭാഗങ്ങളും ബ്രഹ്മചര്യം, വാഗ്രസ്ഥം, വാനപ്രസ്ഥം, സന്യാസം കർശനമായി പിന്തുടരാൻ ഉദ്ദേശിക്കപ്പെട്ടതാണ്. വർണ്ണാശ്രമധർമ്മം ഒരുവനെ മനുഷ്യ സമൂഹത്തിലെ ശരിയായ ഒരേ ഒരു ലക്ഷ്യമായ വിഷ്ണു ഭഗവാനിലേക്ക് നിഷ്പ്രയാസം എത്തിക്കുന്നു. നദേ വിദുസ്സാർത്ഥഗതിം ഹി വിഷ്ണു. ദൗർഭാഗ്യവശാൽ ഭഗവത് ഭഗവാനിലേക്ക് മടങ്ങുക അഥവാ വിഷ്ണു ഭഗവാന്റെ അടുത്തെത്തുക എന്നതാണ് തങ്ങളുടെ ആത്മാവിന്റെ താല്പര്യമെന്ന് ജനങ്ങൾക്കറിയില്ല. ദുരാശയായി ബഹിരർത്ഥമാനിനഃ. പകരം അവർ വെറുതെ പരിഭ്രാന്തരാകുന്നു. ഓരോ മനുഷ്യജീവിയും വിഷ്ണു ഭഗവാനെ സമീപിക്കുന്നതിന് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ധർമ്മങ്ങൾ അനുഷ്ഠിക്കണമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. അതിനാൽ വിഷ്ണുവിനായുള്ള ധർമ്മങ്ങൾ പാലിക്കാൻ വിസ്മരിക്കുന്ന വ്യക്തികളെ തന്റെ മുന്നിൽ കൊണ്ടുവരാൻ യമരാജൻ യമദൂതന്മാരോട് ഉപദേശിക്കുന്നു. അകൃത വിഷ്ണു കൃത്യാൻ. വിഷ്ണുവിന്റെ അഥവാ കൃഷ്ണന്റെ ദിവ്യനാമം കീർത്തിക്കാത്ത ഒരുവനും, വിഷ്ണുവിന്റെ വിഗ്രഹത്തിനു മുമ്പിൽ ശിരസ് നമിക്കാത്തവനും, വിഷ്ണുവിന്റെ പാദകമലങ്ങൾ സ്മരിക്കാത്തവനും യമരാജനാൽ ശിക്ഷാർഹനാണ്. ചുരുക്കത്തിൽ എല്ലാ അവൈഷ്ണവരും, വിഷ്ണു ഭഗവാനിൽ താല്പര്യമില്ലാത്ത എല്ലാ വ്യക്തികളും യമരാജനാൽ ശിക്ഷാർഹരാണ്. പ്രഭുപാദ കീ ജയ്. 30ാമത്തെ ശ്ലോകം നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. തശ്യമ്യതാം സാ ഭഗവാൻ പുരുഷ പുരാണോ നാരായണ സ്വരൂപൈർയതസത്കൃതം നഃ. സോനാമഹോ ന വിദുഷാം രചിതാഞ്ജലീനാം ശാന്തിർഗിരീയസി നമഃ പുരുഷായ ഭൂമ്നേ. തശ്യമ്യതാം സ ഭഗവാൻ പുരുഷ പുരാണോ നാരായണ സ്വരൂപൈർയതസത്കൃതം നഃ. സോനാമഹോ ന വിദുഷാം രചിതാഞ്ജലീനാം ശാന്തിർഗിരീയസി നമഃ പുരുഷായ ഭൂമ്നേ. തച്ഛമ്യതാം സ ഭഗവാൻ പുരുഷ പുരാണോ നാരായണ സ്വപുരുഷേ യതസത്കൃതം നഃ.
സ്വനാമഹോ ന വിദുഷാം രചിതാഞ്ജലീനാം ശാന്തിർഗിരീയസി നമഃ പുരുഷായ ഭൂമ്നഹേ. ഇപ്പൊ രണ്ടാമത്തെ ലൈന് അത് എല്ലാം ഒരു ചേർന്നിട്ടുള്ളതായിട്ടാണ് ഒരു അതിനകത്തുള്ളത്. സ്വപുരുഷൈ സ്വപുരുഷേ യത് അസത്കൃതം എന്നുള്ളതാണ് കേട്ടോ. നേരത്തെ ചൊല്ലാൻ ബാക്കിയുള്ളവർ വത്സലഗോപാലൻ മാതാജി ചൊല്ലിക്കൊണ്ടു. ഹരേ കൃഷ്ണ പ്രഭുജി. ചൊല്ലിക്കൊണ്ടു. ഓം നമോ ഭഗവതേ വാസുദേവായ. തച്ഛമ്യതാം സ ഭഗവാൻ പുരുഷ പുരാണോ നാരായണ സ്വരൂപൈഷൈർയദസത്കൃതം നഃ. സ്വാനാമഹോ ന വിദുഷാം രചിതാഞ്ജലീനാം ശാന്തിർഗരീയസി നമ പുരുഷായ പുംനേ. ഹരേ കൃഷ്ണ പ്രഭുജി. കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ ചൊല്ലു. ഓം നമോ ഭഗവതേ വാസുദേവായ. യക്ഷമ്യതാം സ ഭഗവാൻ പുരുഷ പുരാണോ നാരായണ സ്വപുരുഷൈർയദസത്കൃതം നഃ. സ്വാനാമഹോ ന വിദുഷാം രചിതാഞ്ജലീനാം ശാന്തിർഗരീയസി നമ പുരുഷായ ഭൂമ്നേ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. വിജയശ്രീ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. പ്രണാമം പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. തത്ക്ഷമ്യതാം സ ഭഗവാൻ പുരുഷ പുരാണോ നാരായണ സ്വരൂപുഷൈർയദ സത്കൃതം നഃ. സ്വാനാമഹോ ന വിദുഷാം രചിതാഞ്ജലീനാം ശാന്തിർഗരീയസി നമ പുരുഷായ ഭൂമ്നേഹ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശോഭാ പ്രദീപ് മാതാജി ചൊല്ലു. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. തത്ക്ഷമ്യതാം സ ഭഗവാൻ പുരുഷ പുരാണോ നാരായണ സ്വപുരുഷൈർയദസത്കൃതം നഃ. സ്വാനാമഹോ ന വിദുഷാ രചിതാഞ്ജലീനാം ശാന്തിർഗരീയസി നമ പുരുഷായ ഭൂമ്നഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സ്വർണ്ണപ്രമാതാജി ചൊല്ലു. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ക്ഷമ്യതാം സ ഭഗവാൻ പുരുഷ പുരാണോ നാരായണ സ്വപുരുഷൈർയദസത്കൃതം നഃ. സ്വാനാമഹോ ന വിദുഷാം രചിതാഞ്ജലീനാം ശാന്തിർഗരീയസി നമ പുരുഷായ ഭൂമ്നേ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. വിദ്യാചാര്യ മാതാജി ചൊല്ലു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. അക്ഷമ്യതാം സ ഭഗവാൻ പുരുഷ പുരാണോ നാരായണ സ്വപുരുഷൈർയദസത്കൃതം നഃ. സ്വാനാമഹോ ന വിദുഷാം രചിതാഞ്ജലീനാം ശാന്തിർഗരീയസി നമ പുരുഷായ ഭൂമ്നേ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഭാരതീയമ്മ മാതാജി ചൊല്ലു. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. യൽക്ഷമ്യതാം സ ഭഗവാൻ പുരുഷ പുരാണോ നാരായണ സ്വപുരുഷൈർയദസത്കൃതം നഃ. സ്വാനാമഹോ ന വിദുഷാം രചിതാഞ്ജലീനാം ശാന്തിർഗരീയസി നമ പുരുഷായ ഭൂമ്നേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഗീതാട്ടി മാതാജി ചൊല്ലു. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. തക്ഷമ്യതാം സ ഭഗവാൻ പുരുഷ പുരാണോ നാരായണ സ്വരൂപഷൈർയദസത്കൃതം നഃ. സ്വനാമഹോ ന വിദുഷാം രചിതാഞ്ജലീനാം ശാന്തിർഗരീയസി നമ പുരുഷായ ഭൂമ്നേ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ മാതാജി. രത്നാചാര്യ മാതാജി ഹരേ ചൊല്ലു. കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ ചൊല്ലു.
തക്ഷമ്യതം സ ഭഗവാൻ പുരുഷ പുരാണോ നാരായണ സ്വരൂപശൈര്യതസത്കൃതം നഃ സ്വാനാമഹോ ന വിദുഷാം രചിതാഞ്ജലീനാം ചാന്ദിർഗരീയസി നമ പുരുഷായ ഭൂമനഃ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ശ്രീ ജയതി മാതാജി ചൊല്ലിക്കോ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ചൊല്ലിക്കോ. ഓം നമോ ഭഗവതേ വാസുദേവായ. തക്ഷമ്യതാം സ ഭഗവാൻ പുരുഷ പുരാണോ നാരായണ സ്വരൂപുഷൈര്യദസത്കൃതം നഃ സ്വാനാമഹോ ന വിദുഷാം രചിതാഞ്ജലീനാം ശാന്തിർഗരീയസി നമഃ പുരുഷായ ഭൂമ്നേഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമുക്ക് ഇതിന്റെ വിവർത്തനം ഭാവാർത്ഥം നോക്കാം. ഉത്തരം ഭാവാർത്ഥം യമരാജൻ അപ്പോൾ തന്നെ തന്നെയും തന്റെ ഭൃത്യരെയും കുറ്റവാളികളായി പരിഗണിച്ച് ഭഗവാനോട് ക്ഷമയാചിച്ചുകൊണ്ട് താഴെ പറയും പോലെ സംസാരിച്ചു. അല്ലയോ എന്റെ ഭഗവാനെ, എന്റെ ഭൃത്യന്മാർ അജാമിളിനെ പോലൊരു വൈഷ്ണവനെ പിടികൂടുക വഴി തീർച്ചയായും ഒരു മഹാ അപരാധം ചെയ്തു. അല്ലയോ നാരായണ, അല്ലയോ പരമോന്നതനും ആദിസ്വരൂപനുമായവനെ, ദയവായി ഞങ്ങളോട് പൊറുക്കണമേ. അജാമിളൻ അങ്ങയുടെ സേവകനാണെന്ന് തിരിച്ചറിയാൻ അജ്ഞത മൂലം ഞങ്ങൾ പരാജിതരായി. അങ്ങനെ തീർച്ചയായും ഞങ്ങൾ കടുത്ത അപരാധം ചെയ്തു. അതുകൊണ്ട് കൂപ്പുകൈയോടെ ഞങ്ങൾ മാപ്പപേക്ഷിക്കുന്നു. എന്റെ ഭഗവാനെ, അങ്ങ് പരമകാരുണികനും സർവദാ സകല യോഗ്യതകളും തികഞ്ഞവനുമാകിയാൽ സദയം ഞങ്ങളോട് ക്ഷമിച്ചാലും അങ്ങേക്കായി ഞങ്ങൾ ഞങ്ങളുടെ ആദരപൂർവമായ നമസ്കാരങ്ങൾ അർപ്പിക്കുന്നു. യമരാജൻ തന്റെ ഭൃത്യന്മാർ ചെയ്ത അപരാധത്തിന്റെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്തു. ഒരു സ്ഥാപനത്തിലെ ജോലിക്കാരൻ ഒരു തെറ്റ് ചെയ്താൽ സ്ഥാപനം അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കും. യമരാജൻ അപരാധങ്ങൾക്ക് അതീതനാണെങ്കിലും അദ്ദേഹത്തിന്റെ ഭൃത്യന്മാർ, പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ അനുവാദത്തോടെ അജാമിളനെ പിടികൂടാൻ പോയത് മഹാ അപരാധമായിരുന്നു. ന്യായശാസ്ത്രം സ്ഥിരീകരിക്കുന്നു, വൃത്യാപരാധേ സാമിനോ ദണ്ഡഃ. ഒരു പരിചാരകൻ തെറ്റ് ചെയ്താൽ യജമാനൻ ശിക്ഷാർഹനാണ്. എന്തുകൊണ്ടെന്നാൽ ആ തെറ്റിന്റെ ഉത്തരവാദിത്വം അവനാണ്. ഇത് ഗൗരവത്തിൽ കണക്കിലെടുത്ത് യമരാജൻ അവരുടെ ഭൃത്യന്മാരോടുകൂടി തങ്ങളുടെ തെറ്റിന് മാപ്പ് ലഭിക്കുവാൻ പരമദിവ്യത്വ പുരുഷനായ ഭഗവാൻ നാരായണനോട് കൂപ്പുകൈകളോടെ പ്രാർത്ഥിച്ചു. ശ്രീപ്രഭുപാദ് 31ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. തസ്മാ സങ്കീർത്തനം വിഷ്ണോർ ജഗന്മംഗളമംഹസാം മഹാതാമപി കൗരവ്യാ വിദ്യൈകാന്തിക നിഷ്കൃതിം. തസ്മാ സങ്കീർത്തനം വിഷ്ണോർ ജഗന്മംഗളമംഹസാം മഹതാമപി കൗരവ്യാ വിദ്യൈകാന്തിക നിഷ്കൃതിം. ശിവദേവ ഗോസ്വാമി തുടർന്നു, എന്റെ പ്രിയപ്പെട്ട രാജാവേ, ഭഗവാന്റെ ദിവ്യനാമ കീർത്തനത്തിന് ഏറ്റവും കൊടിയ പാപങ്ങളുടെ പ്രതികർമ്മങ്ങളെ പോലും ഉന്മൂലനം ചെയ്യാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് സങ്കീർത്തന പ്രസ്ഥാനത്തിന്റെ കീർത്തനമാണ് സമഗ്ര പ്രപഞ്ചത്തിലെയും ഏറ്റവും മംഗളകരമായ കർമ്മം. ദയവായി ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അങ്ങനെയായാൽ മറ്റുള്ളവരും അത് ഗൗരവത്തിലെടുക്കും. അജാമിളൻ നാരായണന്റെ നാമം ശരിക്കല്ല ഉച്ചരിച്ചതെങ്കിൽ പോലും അവൻ എല്ലാ പാപപ്രതികരണങ്ങളിൽ നിന്നും മോചിതനായെന്ന കാര്യം നാം ശ്രദ്ധിക്കണം. ദിവ്യനാമജപം അത്രയ്ക്ക് മംഗളകരമായതിനാൽ അതിനെ എല്ലാവരെയും പാപപ്രവൃത്തികളുടെ പ്രതിപ്രവർത്തനങ്ങളിൽ നിന്ന് മോചിപ്പിക്കുവാൻ കഴിയും. പ്രതിപ്രവർത്തനങ്ങളെ ഹരേ കൃഷ്ണ മന്ത്രജപത്തിലൂടെ നിഷ്ഫലമാക്കാമെന്ന ലക്ഷ്യത്തോടെ ആരും പാപപ്രവൃത്തികൾ ചെയ്യരുത്. മറിച്ച് എല്ലാ പാപകർമ്മങ്ങളിൽ നിന്നും സ്വതന്ത്രനാകാൻ ഒരുവൻ വളരെ ശ്രദ്ധാലുവായിരിക്കണം. ഹരേ കൃഷ്ണ മന്ത്രം ജപിച്ച് പാപപ്രവൃത്തികളുടെ പ്രതിപ്രവർത്തനങ്ങളെ നിഷ്ഫലമാക്കാമെന്ന് ഒരിക്കലും ചിന്തിക്കുകയുമരുത്.
അത് മറ്റൊരു തെറ്റാകും. ഒരു ഭക്തൻ യാദൃശ്ചികമായി പാപങ്ങൾ ചെയ്തു പോയാലും ഭഗവാൻ അത് ക്ഷമിക്കും. പക്ഷേ ഒരുവനും മനഃപൂർവ്വം പാപപ്രവൃത്തികൾ ചെയ്യരുത്. ശ്രീല പ്രഭുപാദ കീ ജയ്. മുപ്പത്തിരണ്ടാമത്തെ ശ്ലോകം. ശൃണുതാം ഗൃണുതാം വീര്യാണുത്താമാനി ഹരേർമുഹു യദസ്സുജാതയാ ഭക്ത്യാ ശുദ്ധേനാത്മാ വൃതാദിഭിഃ. ശൃണുതാം ഗൃണുതാം വീര്യാണുത്താമാനി ഹരേർമുഹു യദസ്സുജാതയാ ഭക്ത്യാ ശുദ്ധേനാത്മാ വൃതാദിഭിഃ. ഭഗവാന്റെ ദിവ്യനാമവും കർമ്മങ്ങളും നിരന്തരം ശ്രവിക്കുകയും കീർത്തിക്കുകയും ചെയ്യുന്ന ഒരുവന് അവന്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കുവാൻ കഴിയുന്ന ഭക്തിത സേവനത്തിന്റെ തലം നിഷ്പ്രയാസം പ്രാപിക്കാൻ കഴിയും. വ്രതങ്ങളും വൈദിക ആചാരങ്ങളും അനുഷ്ഠിക്കുന്നതിലൂടെ ഒരുവന് അത്തരം ശുദ്ധീകരണം സാധ്യമാവില്ല. ഭാവാർത്ഥമേസി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ്. ഒരുവന് വളരെ നിഷ്പ്രയാസം ഭഗവാന്റെ ദിവ്യനാമം ശ്രവിക്കുവാനും കീർത്തനം ചെയ്യുവാനും പരിശീലിച്ച് ആധ്യാത്മിക ജീവിതത്തിൽ ഹർഷോന്മാദം നേടാൻ കഴിയും. പത്മപുരാണം പറയുന്നു, നാമാപരാധയുക്താനാ നാമാനിയേവ ഹരന്ത്യകം അവിശ്രാന്തി പ്രയുക്താനി താനി ഏവാർത്ഥകാരണി ച. ഒരുവൻ ഹരേ കൃഷ്ണ മഹാമന്ത്രം തെറ്റുകളോടെയാണ് കീർത്തനം ചെയ്യുന്നതെങ്കിൽ പോലും വ്യതിചലനമില്ലാത്ത കീർത്തനം തുടരുന്ന പക്ഷം അവന് തെറ്റുകൾ ഒഴിവാക്കാൻ കഴിയും. ഈ പരിശീലനം പതിവാക്കുന്ന പക്ഷം അവന് പാപപ്രതികരണങ്ങളുടെ സ്പർശമേൽക്കാത്ത വിധം ശുദ്ധമായ അതീന്ദ്രിയാവസ്ഥയിൽ സദാ സ്ഥിതി ചെയ്യുവാനാവും. ഈ സത്യം ശ്രദ്ധയിൽ വയ്ക്കാൻ ശുകദേവ ഗോസ്വാമി പരീക്ഷിത്ത് മഹാരാജാവിനെ പ്രത്യേകം ഉപദേശിച്ചു. എങ്ങനെ തന്നെ ആയാലും വൈദികാചാരങ്ങൾ അനുഷ്ഠിക്കുന്നത് കൊണ്ട് യാതൊരു നേട്ടവുമില്ല. ആ വിധത്തിലുള്ള അനുഷ്ഠാനങ്ങൾ നിർവഹിക്കുന്നതിലൂടെ ഒരാൾക്ക് ഉന്നത ലോകങ്ങളിലേക്ക് പോകാൻ കഴിഞ്ഞേക്കാമെങ്കിലും ഭഗവത്ഗീത 9:20 പ്രസ്താവിക്കുന്നത് പോലെ ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി. ഒരാളുടെ പുണ്യകർമ്മങ്ങളുടെ ഫലങ്ങൾ ക്ഷയിക്കുമ്പോൾ അയാൾക്ക് വീണ്ടും ഭൂമിയിലേക്ക് വരണം. ഈ ലോകത്തിൽ മുകളിലേക്കും താഴേക്കും നടത്തുന്ന അത്തരം യാത്രകൾ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഭഗവാന്റെ ദിവ്യനാമ കീർത്തനം ചെയ്യുന്നതാണ് ശ്രേഷ്ഠം. എന്തുകൊണ്ടെന്നാൽ അതുകൊണ്ടൊരുവന് പൂർണ്ണമായും പരിശുദ്ധനാകാനും ഭഗവത് ധാമത്തിലേക്ക് ഭഗവാനിലേക്ക് തിരികെ പോകാൻ കഴിയുകയും ചെയ്യും. അതാണ് ജീവിതത്തിന്റെ ലക്ഷ്യവും പരിപൂർണതയും. 33-ാമത്തെ ശ്ലോകം. ഇത് 2 ശ്ലോകം 35 ശ്ലോകങ്ങളെ ഉള്ളൂ. മുഴുവനായിട്ട് എടുക്കാം. 33-ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണാംഗ്രിപത്മമതുലിന്നസ്പൃണർവിസൃഷ്ടാ മായാ ഗുണേഷുരമദേ വിജിനാവഹേഷു അന്യസ്തു കാമഹദ ആത്മരാജ പ്രമാഷ്ടു മീഹേദ കർമ്മയതയേവ രാജ പുനഃസ്യാത്. കൃഷ്ണാംഗ്രിപത്മമതുലിൻ ന പുനർവിസൃഷ്ടാ മായാ ഗുണേഷുരമദേ വിജിനാവഹേഷു അന്യാസ്തു കാമഹദ ആത്മരജ പ്രമാഷ്ടു മീഹേദ കർമ്മയതയേവ രച പുനഃസ്യാത്. ഭഗവാൻ കൃഷ്ണന്റെ പാദകമലങ്ങളിലെ തേൻ എല്ലായ്പ്പോഴും നുകരുന്ന ഭക്തന്മാർ ദുഃഖത്തിനു മാത്രം ഹേതുവാകുന്ന ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഭൗതിക കർമ്മങ്ങളെ ഒരിക്കലും വകവയ്ക്കാറില്ല. തീർച്ചയായും ഭൗതിക കർമ്മങ്ങളിലേക്ക് തിരിയുവാൻ ഒരിക്കലും കൃഷ്ണന്റെ പാദകമലങ്ങൾ ഉപേക്ഷിക്കുകയില്ല. എങ്ങനെയായാലും മറ്റുള്ളവർ വൈദികാചാരങ്ങളിൽ ആകൃഷ്ടരായവർ ഭഗവത് പദത്തിന്റെ സേവനം തിരസ്കരിച്ചതിനാലും കാമാഗ്രഹത്താൽ വശീകരിക്കപ്പെട്ടതിനാലും ചിലപ്പോൾ പ്രായശ്ചിത്ത കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു. എന്നിരുന്നാലും പരിപൂർണമായി പരിശുദ്ധീകരിക്കപ്പെടാത്തതിനാൽ അവർ വീണ്ടും വീണ്ടും പാപകർമ്മങ്ങളിലേക്ക് മടങ്ങുന്നു.
ഭാവാർത്ഥമേസി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ. ഒരു ഭക്തന്റെ ധർമ്മം ഹരേ കൃഷ്ണ മന്ത്രജപമാണ്. ഒരുവൻ തെറ്റുകളില്ലാതെയോ തെറ്റുകളോട് കൂടിയോ ജപിച്ചെന്നു വരാം. പക്ഷേ അവൻ ഈ പ്രക്രിയ ഗൗരവമായി സ്വീകരിച്ച് നിർവഹിക്കുന്ന പക്ഷം അവന് പ്രായശ്ചിത്തത്തിന്റെ വൈദികാചാരാനുഷ്ഠാനങ്ങളിലൂടെ നേടാൻ കഴിയാത്ത പൂർണ്ണത നേടാൻ കഴിയും. വൈദികാചാരാനുഷ്ഠാനങ്ങളിൽ ആസക്തരായ വ്യക്തികൾ ഭക്തി സേവനത്തിൽ വിശ്വസിക്കാത്തവരും ഭഗവാന്റെ ദിവ്യനാമകീർത്തനത്തെ ശ്ലാഘിക്കാത്തവരും പ്രായശ്ചിത്തം ഉപദേശിക്കുന്നവരുമായ വ്യക്തികൾ അത്യുന്നത പരിപൂർണത നേടുന്നതിൽ പരാജിതരാകും. ഭക്തന്മാർ അതിനാൽ ഭൗതികാസ്വാദനത്തിൽ നിന്നും സമ്പൂർണമായും വിട്ടുനിൽക്കുകയും വൈദികാചാരങ്ങൾക്ക് വേണ്ടി കൃഷ്ണാബോധം ഉപേക്ഷിക്കാതിരിക്കുകയും ചെയ്തു. ആർത്തിപൂണ്ട ഭൗതികാഗ്രഹങ്ങളാൽ വൈദികാചാരാനുഷ്ഠാനങ്ങളിൽ ആസക്തരായ വ്യക്തികൾ ഭൗതികാസ്തിത്വത്തിലെ കുഴപ്പങ്ങൾക്ക് വീണ്ടും വീണ്ടും വിഷയീഭവിക്കും. അവരുടെ കർമ്മങ്ങളെ പരിഷത്ത് മഹാരാജാവ് കുഞ്ചര ശൗച ആനയുടെ സ്നാനത്തെ കൊണ്ട് ഉപമിച്ചിരിക്കുന്നു. അടുത്ത 34-ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇത്തം സഭർത്തുഗദിതം ഭഗവന്മഹിത്വം സംസ്മൃത്യ വിസ്മിതധിയോ യമകിങ്കരാസ്തേ നൈവാച്യുതാശ്രയജനം പ്രതിശങ്കമാനാ ദ്രഷ്ടും ച ബിഭ്യതി തദാ പ്രകൃതി സ്മരാജൻ. ഇത്തം സഭർത്തുഗദിതം ഭഗവന്മഹിത്വം സംസ്മൃത്യ വിസ്മിതധിയോ യമകിങ്കരാസ്തേ നൈവാച്യുതാശ്രയജനം പ്രതിശങ്കമാനാ ദ്രഷ്ടും ച ബിഭ്യതി തദാ പ്രകൃതി സ്മരാജൻ. അവരുടെ യജമാനന്റെ മുഖത്തു നിന്നും ഭഗവാന്റെ അസാധാരണമായ മഹത്വവും നാമരൂപ യശസ്സുകളും മറ്റു സവിശേഷതകളും ശ്രവിച്ച യമദൂതന്മാർ അത്ഭുതസ്തബ്ധരായി. അപ്പോൾ മുതൽ അവർ ഒരു ഭക്തനെ കണ്ടാലുടൻ ഭയപ്പെടുകയും അവനെ വീണ്ടും നോക്കാൻ മടിക്കുകയും ചെയ്യുന്നു. ഭാവാർത്ഥമേസി ഭക്തിവേദാന്ത സ്വാമി. ഈ സംഭവം മുതൽ യമദൂതന്മാർ ഭക്തന്മാരെ സമീപിക്കുന്ന ആപൽക്കരമായ സ്വഭാവം ഉപേക്ഷിച്ചു. യമദൂതന്മാർക്ക് ഭക്തന്മാർ ആപൽക്കാരികളായി തീർന്നു. 35-ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇതിഹാസമിമം ഗുഹ്യം ഭഗവാൻ കുംഭസംഭവഃ കഥയാമാസമലയാ ആസീനോ ഹരിമർച്ചയൻ. ഇതിഹാസമിമം ഗുഹ്യം ഭഗവാൻ കുംഭസംഭവഃ കഥയാമാസമലയാ ആസീനോ ഹരിമർച്ചയൻ. വിവർത്തനം. കുംഭന്റെ പുത്രനായ അഗസ്ത്യ മഹാമുനി പരമദിയോത്തപുരുഷനായ ഭഗവാനെ ആരാധിച്ചുകൊണ്ട് മലയപർവ്വതത്തിൽ വസിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തെ സമീപിക്കുകയും അദ്ദേഹം എന്നോട് ഈ രഹസ്യ ചരിത്രം വിശദീകരിക്കുകയും ചെയ്തു. ശ്രീമദ് ഭാഗവതം 6-ാം സ്കന്ധത്തിലെ യമരാജൻ തന്റെ ദൂതന്മാരെ ഉപദേശിക്കുന്നു എന്ന 3-ാം അധ്യായത്തിന്റെ ഭക്തിവേദാന്ത ഭാഷ്യം ഇപ്രകാരം സമാപിക്കുന്നു. നാരായണ നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദ്രേ. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതി ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരു ദീനദാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യേശ്വരം. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ.
ഗുരുവേ ഗൗരചന്ദ്രായ രാധികായ തദാരേ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ നമഃ. പ്രഭുപാദ ഗുരു മഹാരാജ് കി ജയ. ഗുരു ബ്രഹ്മാനന്ദേ ഹരി. ഹരേ ഇവിടെ 29ാമത്തെ ശ്ലോകം എന്താണ് പറയുന്നത്? അവിശ്വാസികളായിട്ടുള്ളവരെ എല്ലാവരെയും, അല്ലെ, അഭക്തന്മാരായിട്ടുള്ള എല്ലാവരെയും ഭഗവാന്റെ അടുത്തേക്ക് പോവാൻ താല്പര്യമില്ലാത്ത എല്ലാവരെയും, അല്ലെ, അങ്ങനെയുള്ള എല്ലാവരെയും, അല്ലെ, ആൾക്കാർക്കൊക്കെ ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താലും അവർക്ക് താല്പര്യം, എന്ത് ഭഗവാൻ, എന്ത് നരകം, എന്ത് സ്വർഗം എന്നൊക്കെ പറഞ്ഞു, അല്ലെ. എന്നാൽ തീർച്ചയായിട്ടും യമരാജൻ വന്നിട്ട് അവരെയൊക്കെ കൊണ്ടുപോകും, അല്ലെ. ഇപ്പോ ഈ ഒരു ലീല ചാമിളന്, അല്ലെ, കാണുന്നു, നേരിട്ട് കാണുന്നു യമകിങ്കരന്മാർ, അല്ലെ. തീർച്ചയായിട്ടും യമരാജനും യമകിങ്കരന്മാരൊക്കെ ഉണ്ട്. അത് അങ്ങനെ നിഷേധികളായിട്ടുള്ളവർക്ക് അവരുടെ അനുഭവത്തിലൂടെ അത് മനസ്സിലാവും. എന്ത് യമരാജൻ, എന്ത് യമകിങ്കരൻ, ഇതിലൊക്കെ വെറുതെ ഉണ്ടാക്കുന്ന കെട്ടുകഥകൾ, അല്ലെ. അവർക്ക് എങ്ങനെ പഠിക്കുള്ളൂ? അവർ അനുഭവത്തിലൂടെ പഠിക്കും, അല്ലെ. ഇവിടെ അജാമിളൻ കാണുന്നു ആ രൂപമൊക്കെ, അല്ലെ, ആ എല്ലാവരെയും പേടിപ്പെടുത്തുന്ന ഒരു ഭഗവാനിൽ വിശ്വാസമില്ലാത്ത ഒരു വ്യക്തി മരിക്കുന്ന ആ ഒരു സമയത്ത് യമകിങ്കരന്മാർ അവിടേക്ക് വരുന്നത് മനുഷ്യർക്ക് കാണാൻ പറ്റില്ല, മറ്റുള്ള ജനങ്ങൾക്ക് കാണാൻ പറ്റില്ല. എന്നാൽ ആരാണോ മരിക്കേണ്ട അവസ്ഥയിൽ കിടക്കുന്നത് അവർക്ക് കാണാൻ പറ്റുമെന്ന് പറയും. അപ്പൊ അതുകൊണ്ടാണ് അവര് വേഗത്തിൽ ശ്വാസം വലിക്കുകയും അസ്വസ്ഥമായി കളിക്കുന്നതൊക്കെ. എന്താണ്? അവർക്ക് കാണാൻ സാധിക്കും, അവരുടെ മുന്നിലെ ഭീകരന്മാരായിട്ടുള്ള യമകിങ്കരന്മാര് വന്നു നിൽക്കുന്നതായിട്ട് കൊണ്ടുപോകാനായിട്ട്. എന്നാൽ മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കില്ല. അവര് പറയും, എന്തൊക്കെയാണ് ഈ കളിച്ചു കൂട്ടുന്നത്, അനങ്ങാട് അവിടെ കിടന്നാട്ടെ എന്നൊക്കെ പറയും, അല്ലെ. അവർക്കറിയില്ല ഇത് യമകിങ്കരന്മാരെ കണ്ടിട്ട് ഭയപ്പെട്ടിട്ട് കളിക്കുന്നതാണെന്നുള്ള കാര്യം, അല്ലെ. ഇപ്പോ വളരെ വേഗത്തിൽ ശ്വാസം എടുക്കുക, അങ്ങനെ എന്തൊക്കെയോ അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്യും, അല്ലെ. എന്താണ്? നിരന്ന് നിൽക്കുന്നുണ്ടാവും അവരുടെ മുന്നിൽ, അല്ലെ. അപ്പൊ അത് മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കില്ല. എന്നാൽ പറയുന്നു, മൃഗങ്ങൾക്കൊക്കെ അത് കാണാൻ സാധിക്കും, അവര് ഭയപ്പെട്ടിട്ട് അവരും ശബ്ദം ഉണ്ടാക്കുമെന്ന്, അല്ലെ. ചില ആൾക്കാരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസമൊക്കെ ആൾക്കാരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാവും, എന്താണ്, ഇന്നലെ നായൊക്കെ നിർത്താതെ കരയുന്നുണ്ടായിരുന്നു, ഒരു പ്രത്യേക ശബ്ദത്തിൽ ഓരിയിടുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറയും, അല്ലെ. അതുപോലെ പശുക്കളൊക്കെ ഉള്ള വീട്ടിൽ പശുക്കളൊക്കെ അവിടുന്ന് പേടിച്ച് തുള്ളുന്നതും ശബ്ദമുണ്ടാക്കുന്നതും ഒക്കെ. അപ്പൊ അങ്ങനെ പലരും പല എന്താ പറയാ അനുഭവങ്ങളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്താണ്? അവർക്ക് കാണാൻ സാധിക്കുമെന്ന് പറയും. മനുഷ്യർക്ക് കഴിയുന്നില്ലെങ്കിലും അവർക്ക് അങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള ശക്തി വരുന്നതായിട്ട് അവർക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് അവരങ്ങനെയുള്ള ശബ്ദങ്ങളൊക്കെ പുറപ്പെടുവിക്കുന്നു. അപ്പോ തീർച്ചയായിട്ടും ഹേമരാജൻ വരും, അല്ലെ. ആരെടുത്താ വരുക? ഭഗവാന്റെ നാമം ജപിക്കാതെ, അല്ലെ. ഇവിടെ പറയുന്നു, ഒരിക്കൽ തെറ്റായ സ്ഥലത്തേക്ക് പോയി, അല്ലെ. ഇനി മുതൽ എങ്ങനെ ആവർത്തിക്കരുത്, ആരെടുത്താണ് പോണ്ടതെന്ന് സ്പഷ്ടമായിട്ട് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നു. എന്റെ പ്രിയപ്പെട്ട ഭൃത്യന്മാരെ, ആരുടെയൊക്കെ നാവുകളാണോ കൃഷ്ണന്റെ നാമവും ഗുണങ്ങളും കീർത്തിക്കാത്തത്, ആ പാപികളെയും ആണ്. ആരാണോ ഒരിക്കൽ പോലും ഭഗവാന്റെ നാമം ജപിക്കുകയോ ഭഗവാന്റെ കീർത്തനങ്ങൾ ചൊല്ലുകയോ ഭഗവാന്റെ ഗുണഗണങ്ങള് പാരായണം ചെയ്യുകയോ ഒന്നും ചെയ്യാത്തത്, ശ്രവണവും കീർത്തനവും കേൾക്കാത്തത്. ഓക്കെ,
ആ പാപികളെയും. ആരുടെ ഹൃദയങ്ങളാണോ കൃഷ്ണന്റെ പാദകമലങ്ങളെ ഒരിക്കൽ പോലും സ്മരിക്കാത്തത്, അതാണ് ഭഗവാനെ കുറിച്ചിട്ട്, ഭഗവാന്റെ ആ പാദപങ്കജങ്ങളെ കുറിച്ചിട്ട് ഒരിക്കൽ പോലും സ്മരിക്കാത്തവരെ, അവരെയും. ആരൊക്കെയാണോ കൃഷ്ണ ഭഗവാന്റെ മുമ്പിൽ ഒരിക്കൽ പോലും ശിരസ് നമിക്കാത്തത് അവരെയും മാത്രം ദയവായി എന്റെ മുന്നിൽ കൊണ്ടുവരിക. ആരാണോ ഭഗവാന്റെ നാമം ജപിക്കുകയും ഭഗവാന്റെ കീർത്തനങ്ങളൊന്നും പാടുകയും ചെയ്യാത്തത്, ശ്രവണം കീർത്തനം ചെയ്യാത്തത്, അതുപോലെ സ്മരണം, അല്ലെ, ഭക്തിയുത സേവനങ്ങൾ എന്താ പറയാ, ശ്രവണം കീർത്തനം വിഷ്ണു, സ്മരണം പാദസേവനം, അർച്ചനം വന്ദനം ദാസ്യം സാഖ്യം ആത്മനിവേദനം. അപ്പൊ അതില് ആദ്യത്തെ കാര്യങ്ങളായിട്ട് പറയുന്നു, അല്ലെ, ശ്രവണം കീർത്തനം, അതുപോലെ സ്മരണം, ഭഗവാനെ കുറിച്ച് ഓർക്കുക, സ്മരിക്കുക എന്നുള്ളത്. അപ്പൊ അതുപോലെ തന്നെ ഭഗവാന്റെ മുമ്പില് ഒരിക്കൽ പോലും ശിരസ് നമിക്കാത്തത്, ഭഗവാന്റെ മുന്നിൽ നമസ്കരിക്കാത്ത ആൾക്കാർ, അല്ലെ, ഇത് യമരാജന്റെ ഭൃത്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നത്, അല്ലെ. ഇതുപോലെ ഭഗവാന്റെ ഭക്തന്മാർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കാര്യം, അല്ലെ, ഗുഹ്യമായിട്ടുള്ള, അല്ലെ, ഓർക്കുന്നുണ്ടായിരുന്നു, എന്താണ് പരമമായിട്ടുള്ള രഹസ്യം, അല്ലെ, പരമമായിട്ടുള്ള ആ രഹസ്യജ്ഞാനം ഭഗവാൻ നൽകുന്നുണ്ട്. എന്താണത്? ഭഗവത്ഗീതയിൽ നമ്മൾ പഠിച്ചു, രാജഗുഹ്യം, അല്ല, ഭഗവത്ഗീതയില് ഭഗവാൻ നൽകുന്നുണ്ട് നമുക്കൊക്കെ ആയിട്ട്, എന്താ പറയാ, രാജവിദ്യ, രാജഗുഹ്യ യോഗം. അതില് ഏറ്റവും രഹസ്യമായിട്ടുള്ള ഒരു കാര്യം ഭഗവാൻ പറയുന്നുണ്ട്. എന്താണത്? 9-ാമത്തെ അധ്യായത്തില് ഭഗവത്ഗീതയില് 34-ാമത്തെ ശ്ലോകമാണ്, അല്ലെ. എന്താണത്? ഭാഗവതം കിട്ടും ഭഗവത്ഗീതയൊക്കെ മറന്നുപോയോ എല്ലാരും? അതേ കാര്യം തന്നെ വീണ്ടും 18:65 അല്ലെ, വീണ്ടും പറയുന്നുണ്ട്. എന്താ പറയുന്നത്? മന്മനാഭവ മദ്ഭക്തോ മദ്യാചി മാം നമസ്കുരു മാമേ വൈശ്യസി യുക്തൈവം ആത്മാനം മത്പരായണഃ. ഓക്കെ. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ അവിടെ അത് പറഞ്ഞിരിക്കുന്നത്? അങ്ങനെ അല്ലാത്തവരെയൊക്കെ യമരാജൻ കൊണ്ടുപോകും, യമപുരിയിലേക്ക് കൊണ്ടുപോകും, അല്ലെ. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് മന്മനാഭവ മദ്ഭക്തോ മദ്യാചി മാം നമസ്കുരു, എന്റെ ഭക്തനാവുക, എന്നെ ആരാധിക്കുകയും എന്നെ നമസ്കരിക്കുകയും ചെയ്യുവാനായിട്ട് പറഞ്ഞു. എന്താണ്? അതൊന്നും ചെയ്യാത്തവരെയാണ് ഇവിടുന്ന് പിടിച്ചു കൊണ്ടുപോകാനായിട്ട് പറഞ്ഞത്, അല്ലെ. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, നിങ്ങളൊക്കെ എന്തേ വേണ്ടു, വേറെ വലിയ കാര്യങ്ങളൊന്നും ചെയ്യണ്ട, എന്റെ ഭക്തനാവുക, എന്നെ കുറിച്ച് ഓർക്കുക, എന്നെ ആരാധിക്കുകയും എന്നെ നമസ്കരിക്കുകയും ചെയ്യുക, അല്ലെ. ഇതേ കാര്യം വീണ്ടും ഭഗവാൻ 9-ാം അധ്യായത്തിൽ പറഞ്ഞു, അല്ലെ. ഇതൊക്കെ നമ്മളെപ്പോലുള്ള ബദ്ധജീവാത്മാക്കളാണ്, മറന്നു പോയിരിക്കാം, അല്ലെ. അതുകൊണ്ട് വീണ്ടും 18-ാം അധ്യായത്തിൽ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു ഒന്നുകൂടി, അല്ലെ. നമസ്കുരു. ഓ, ഇത് മാത്രം ചെയ്താൽ മതി എന്നാണ്. ഭഗവാന്റെ തിരുനാമം ജപിക്കുക, ഭഗവാനെ കുറിച്ച് ഓർക്കുക, ഭഗവാന്റെ മുന്നിൽ നമസ്കരിക്കുക, അല്ലെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, അല്ലെ, ഭാഗവതം 18,000 ശ്ലോകങ്ങൾ പറഞ്ഞിട്ട് അവസാനത്തെ ശ്ലോകത്തിൽ എന്താ പറയുന്നത്? നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമനം തം നമാമി ഹരി. നാമസങ്കീർത്തനം, ഭഗവാന്റെ തിരുനാമ ജപം, തിരുനാമ കീർത്തനം എല്ലാ പാപങ്ങളെയും ഇല്ലാതാക്കുന്നു. ഭഗവാന്റെ മുന്നിൽ പ്രണമിക്കുമ്പോൾ നമ്മുടെ ദുഃഖങ്ങളൊക്കെ ഇല്ലാതായിത്തീരുന്നു. അപ്പൊ ഭഗവാൻ പറയുന്നു, അല്ലെ, ഭഗവാന്റെ ഗ്രന്ഥരൂപത്തിലുള്ള ശ്രീമദ് ഭാഗവതം പറയുന്നു, മറ്റുള്ള ശാസ്ത്രങ്ങളും ഒക്കെ പറയുന്നു ഭഗവാന്റെ തിരുനാമം ജപിക്കുവാനും ഭഗവാനെ ആരാധിക്കുവാനായിട്ട്. എന്തുകൊണ്ടാണത്? അങ്ങനെ ചെയ്യാത്തവരെ യമരാജൻ തീർച്ചയായിട്ടും കൊണ്ടുപോകും. അപ്പോ ഈ ശ്ലോകത്തിൽ എന്താണ്? യമരാജന്റെ ഭൃത്യന്മാർക്ക് കൊടുക്കുന്ന ആജ്ഞയാണ്. ഓ, പലരും പറയും ഭഗവത്ഗീതയിൽ എന്തിനാണ് ഭഗവാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഭഗവാൻ സ്വന്തം മുഖത്തിൽ പറയുന്നു, എന്നെ ആരാധിക്കും,
അല്ലെ എന്നെ നമസ്കരിക്കും, എന്റെ ഭക്തനാകൂ എന്നൊക്കെ പറയുന്നത് എന്താണ്? സ്വയം അല്ലെ ഇതിനു വേണ്ടിയിട്ടാണ്. അത് നമ്മളെപ്പോലുള്ള ബദ്ധജീവാത്മാക്കള് ഭഗവാന്റെ ഭക്തനാകാനും ഭഗവാനെ ആരാധിക്കുക, അങ്ങനെ അല്ലെങ്കിൽ എവിടെയാ പോകേണ്ടി വരുവാ? യമരാജന്റെ അടുത്ത് കൊണ്ടുപോകും അല്ലെ. യമരാജൻ അതാണ് പറയുന്നത്. യമരാജന്റെ ഭൃത്യന്മാരോട് പറയുന്നു, ജിഹ്വാന ഭക്തി ഭഗവത് ഗുണനാമധേയം ചേതശന സ്മരതി തരണാരവിന്ദം കൃഷ്ണായനോ നമതിയച്ചിരയേകദാവി താനാന്യുയതമസതോ അകൃത വിഷ്ണു കൃത്യാൻ. ഒരിക്കലെങ്കിലും അല്ലെ, ഒരിക്കൽ പോലും ഭഗവാന്റെ മുന്നില് ശിരസ് നമിക്കാത്തത് അവരൊക്കെ ഭഗവാന്റെ അടുത്തേക്ക് കൊണ്ടുവരാനായിട്ട് പറയും. മനുഷ്യ ജീവിതത്തിലെ ഏകധർമ്മമായ വിഷ്ണുവിന് വേണ്ടിയുള്ള കർത്തവ്യങ്ങൾ നിർവഹിക്കാത്തവരെയും എന്റെ സമീപത്തേക്ക് അയക്കുക. ഭഗവാന് വേണ്ടിയിട്ടുള്ള ഭക്തിത സേവനങ്ങളൊന്നും അവരെയും എന്റെ സമീപത്തേക്ക് കൊണ്ടുപോകുക. ദയവായി അത്തരം എല്ലാ വിഡ്ഢികളെയും തെമ്മാടികളെയും എന്റെ അടുത്ത് കൊണ്ടുവരിക, എത്തിക്കുക. അല്ലെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഭഗവാന്റെ ഭക്തിത സേവനങ്ങളൊക്കെ ചെയ്യുന്നവര് സുമേധസ, ഉയർന്ന ബുദ്ധിയുള്ളവരാണ്. അവർക്കറിയാം ഇവിടുന്ന് ഈ ഭൗതിക ലോകത്ത് നിന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട്. അല്ലെ, എന്തൊക്കെയാണ് ഓരോ ദിവസങ്ങൾ കഴിയുമ്പോൾ ഓരോരോ പ്രശ്നങ്ങളും ദുരിതങ്ങളും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത്. അല്ലെ, ഇതൊരു ചെറിയ സാമ്പിൾ മാത്രം. അല്ലെ, ഇനി വലുതൊക്കെ വരാനായിരിക്കും. അല്ലെ, പല കാര്യങ്ങളും പറയുമ്പോൾ പറയും എന്താ പൂരം, അല്ലെ, തൃശ്ശൂർ പൂരമൊക്കെ ഇത് സാമ്പിൾ പൂരമാണ്. അല്ലെ വെടിക്കെട്ടാണ്, സാമ്പിൾ വെടിക്കെട്ടാണ്. ഒരു ചെറിയ സാമ്പിൾ മാത്രമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ലോകത്തിൽ എല്ലായിടത്തും യുദ്ധങ്ങളും ക്ഷാമവും അല്ലെ പലതരത്തിലുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും. കലിയുഗത്തില് ഇങ്ങനെയൊക്കെയാണ് ഇനി ഭാവിയിൽ കാലങ്ങളിലൊക്കെ സംഭവിക്കാൻ പോകുന്നത്. അതാണ് പറഞ്ഞിട്ടുള്ളത്, കലഹത്തിന്റെയും കാപട്യത്തിന്റെയും യുഗമാണ്. ഈ യുഗത്തില് വേറെ ഒന്നും എഫക്റ്റ് ചെയ്യില്ല, ഹരിനാമം മാത്രമല്ലാതെ. ഹരിനാമം ജപിക്കുക, ഭഗവാന്റെ ഭക്തി സേവനങ്ങൾ അനുഷ്ഠിക്കുക, ഇത് മാത്രമേ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ എന്ന്. അപ്പൊ ഇത് കലിയുഗം ഇനിയും പുരോഗമിക്കും തോറും എന്താ പറയാ, ഇങ്ങനെയുള്ള അധർമ്മികളും മറ്റുള്ളവരൊക്കെ ലോകത്തിലെ എല്ലായിടത്തും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാവരെയും എന്താ പറയാ വധിക്കുകയും മറ്റു തരത്തിൽ ദ്രോഹിക്കുകയും ഒക്കെ ചെയ്യും. അല്ലെ, അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത്, ഇനി ദുഷ്ടന്മാരായിട്ടുള്ള ഭരണകർത്താക്കളെയൊക്കെ ഉന്മൂലനം ചെയ്യാനായിട്ട് കൽക്കിയായിട്ട് അവതരിക്കുന്ന കലിയുഗത്തിന്റെ അവസാനത്തിൽ. അല്ലെ, 4,32,000 വർഷമാണ് കലിയുഗത്തിന്റെ ദൈർഘ്യം. ഇവിടെ 5000 ചില്ലറ വർഷങ്ങളെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും കിടക്കുന്നു 4,26,000 ചില്ലറ വർഷങ്ങൾ. ഇത്രയും കാലം കഴിയുമ്പോഴാണ് ഭഗവാൻ പറയുന്നത്, ഞാൻ കൽക്കിയായിട്ട് വന്നിട്ട്, ഈ കലിയുഗത്തിന്റെ അന്ത്യത്തിൽ കൽക്കിയായിട്ട് വന്നിട്ട് എല്ലാറ്റിനെയും ഞാൻ സംഹരിക്കും, എല്ലാ ദുഷ്ടന്മാരായിട്ടുള്ള ഭരണാധികാരിയും എല്ലാരെയും ഉന്മൂലനം ചെയ്യും. അപ്പോ ഇനിയും എത്രയോ കാലങ്ങള് ഉണ്ട്. അത്രയും കാലങ്ങളൊക്കെ ഇനി എന്താ പറയുന്നത്, ഇനി ഇപ്പോഴുള്ളതിനേക്കാളും കൂടുതൽ പ്രശ്നങ്ങളായിരിക്കും എന്നാണ് പറയുന്നത്. അല്ലെ, ഇപ്പൊ തന്നെ ഗ്യാസ് ഇല്ല, പെട്രോൾ ഇല്ല, അതില്ല, ഇതില്ല, അങ്ങനെ ഓരോരോ സ്ഥലങ്ങളിലും ഓരോരോ പ്രശ്നങ്ങളാണ്. അല്ലെ, അപ്പോ ഇവിടെ കുറച്ച് കുറവാണ്. എന്നാൽ വേറെ രാജ്യങ്ങളിലൊക്കെ ഓരോരോ കാര്യങ്ങൾ പെട്രോളും ഡീസലും ഒന്നും കിട്ടാതെ അവരൊക്കെ അവിടെ എന്താ പറയാ, ഇവിടെ നമ്മൾ ലോക്ക്ഡൌൺ ഒക്കെ ആയിട്ടുള്ള മാതിരി അവിടെ നിശ്ചലമായിരിക്കുന്ന ഓരോ സ്ഥലങ്ങളിലൊക്കെ പല രാജ്യങ്ങളിലും ഒക്കെ എന്ന് പറയും. അപ്പോ കലിയുഗം ഇങ്ങനെ പുരോഗമിക്കും തോറും അധർമ്മികളായിട്ടുള്ള ഭരണാധികാരികളും മറ്റുമൊക്കെ ലോകത്തിൽ ഇങ്ങനെയുള്ള അതിക്രമങ്ങളൊക്കെ നടത്തുകയും അങ്ങനെ ഒരു മോശപ്പെട്ട അവസ്ഥയിൽ എത്തിച്ചേരുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇപ്പോഴുള്ളത് എന്താണ്, നല്ല സമയമാണെന്ന് പറയും. കലിയുഗത്തിലെ പ്രഥമ സന്ധ്യ സശാൽ ഭഗവാൻ തന്നെയായിട്ട് ശ്രീ ചൈതന്യ മഹാപ്രഭു അവതരിച്ച് ഇവിടെ ലീലകൾ ചെയ്തിട്ടുള്ളത് 5000 ചില്ലറ വർഷങ്ങൾക്ക് മുന്നേ. അല്ലെ, 500 വർഷങ്ങൾക്ക് മുന്നേ. കലിയുഗത്തില് 5000 ചില്ലറ വർഷങ്ങളായി. എന്നാൽ അതില് കലിയുഗത്തിൽ തന്നെ പ്രഥമ സന്ധ്യയില് 500 ചില്ലറ വർഷങ്ങൾക്ക് മുന്നേ അല്ലെ ഗൗരാബ്ദം ഇപ്പോഴ് ആരംഭിക്കുകയുണ്ടായി. ശ്രീ ചൈതന്യ മഹാപ്രഭു സാക്ഷാൽ ഭഗവാൻ തന്നെയായിട്ടുള്ള ശ്രീ ചൈതന്യ മഹാപ്രഭു ഇവിടെ അവതരിക്കുകയുണ്ടായി. അല്ലെ,
ഓക്കെ, 540 വർഷങ്ങൾക്ക് മുന്നേ. ഇപ്പോൾ ഗൗരാബ്ദം 540ാമത്തെ വർഷമാണ്. എന്താ വൈഷ്ണവ കലണ്ടർ പ്രകാരം, ഗൗഡീയ വൈഷ്ണവ സമ്പ്രദായ പ്രകാരം എന്താണ് അവര് ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ആവിർഭാവം മുതലാണ് വർഷമായിട്ട് കണക്കൂട്ടുന്നത്. അപ്പൊ എന്താ പറയാ, സാധാരണ വർഷം നമ്മൾ 2026 എന്നൊക്കെ പറയാം അല്ലെ. അതുപോലെ ഗൗരാബ്ദം 540 വർഷമാണ്. അപ്പൊ 540 വർഷങ്ങൾക്ക് മുന്നേ സാക്ഷാൽ ഭഗവാൻ തന്നെ ശ്രീ ചൈതന്യ മഹാപ്രഭുവായിട്ട് ഇവിടെ ലീലകൾ ചെയ്തു അല്ലെ. ഇവിടെ എല്ലാവർക്കും ഹരിനാമം വിതരണം ചെയ്യാനായിട്ട് ഇന്ത്യ മുഴുവൻ, ഭാരതം മുഴുവൻ സഞ്ചരിക്കുകയുണ്ടായി അല്ലെ. പ്രത്യേകിച്ചും സൗത്ത് ഇന്ത്യ മുഴുവനായിട്ടും എല്ലാ ഓരോരോ നമ്മൾ ചൈതന്യ ഹരിനാമത്തെ പഠിച്ചു ഓരോ മുക്കിലും മൂലയിലും അല്ലെ, ഓരോ ദിവ്യക്ഷേത്രങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും ഭഗവാന്റെ തിരുനാമം പ്രചരിപ്പിക്കുകയുണ്ടായി അല്ലെ. അപ്പൊ ആ ഭഗവാൻ ഇവിടെയൊക്കെ വന്ന് പ്രചരിപ്പിച്ചതുകൊണ്ട് തന്നെയാണ് ഇവിടെയൊക്കെ നമുക്കിന്ന് കേരളത്തിലും മറ്റുള്ള സ്ഥലങ്ങളിലും ഒക്കെ ഭാരതത്തില് കൃഷ്ണാബോധം ഇങ്ങനെയും പ്രചരിപ്പിക്കുവാനായിട്ട് സാധിക്കും. എന്താണ് ആ ശ്രീ ചൈതന്യ മഹാപ്രഭു തുടങ്ങി വെച്ചിട്ടുള്ളതാണ് ഈ സങ്കീർത്തന പ്രസാദം. ശ്രീ ചൈതന്യ മഹാപ്രഭു ശാസ്ത്രത്തിൽ പരം വിജയതേ ശ്രീകൃഷ്ണ സങ്കീർത്തനം എന്ന്, ഈ സങ്കീർത്തന പ്രസ്ഥാനം എപ്പോഴും വിജയിക്കട്ടെ. ഇത് പ്രഭുപാദര് ഇതിലുണ്ട്. പ്രഭുപാദര് എന്താണ് ഇപ്പോഴും തുടങ്ങിയിട്ടുള്ളതല്ല ഇതിലെ. പ്രഭുപാദര് ഇസ്കോൺ എന്ന് പേരിട്ടെങ്കിലും ഇതെന്താണ് ശ്രീ ചൈതന്യ മഹാപ്രഭു സാക്ഷാൽ ഭഗവാൻ തുടങ്ങി വെച്ചിട്ടുള്ളതാണ് സങ്കീർത്തന പ്രസ്ഥാനം. അപ്പൊ ഭഗവാന്റെ തിരുനാമം കീർത്തിച്ചുകൊണ്ട് എല്ലായിടത്തും അല്ലെ ശ്രീ ചൈതന്യ മഹാപ്രഭു പറഞ്ഞിട്ടുള്ളതാണ്. പൃഥ്വിത്യാച്ച് നഗരാധിഗ്രാം സർവത്ര പ്രചാർ പോയി മോരനാമം. ലോകത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും കൃഷ്ണന്റെ ദിവ്യനാമം, ഭഗവാന്റെ ദിവ്യനാമം പ്രചരിപ്പിക്കപ്പെടും എന്നുള്ള കാര്യം. ഓക്കെ, അപ്പോ യമരാജൻ, നമ്മുടെ ഗുരുമഹാരാജ് ജഗതാഗസ്വാമി ഗുരുമഹാരാജ് ആ ഒരു പ്രഭാഷണത്തിൽ പറയുകയുണ്ടായി, യമരാജന്റെ അടുത്ത് പോയിട്ട് യമകിങ്കരന്മാര് കംപ്ലൈന്റ് ചെയ്യുകയാണ്. എന്താ പറയുന്നത്, ഇവിടെ ഹരേ കൃഷ്ണ പ്രസ്ഥാനം തുടങ്ങിയിട്ട് എന്താണ്, ഞങ്ങൾ ഏത് വീട്ടിൽ പോകുമ്പോൾ അവിടെയൊക്കെ ഭഗവാന്റെ വിഗ്രഹങ്ങൾ, ഭഗവാന്റെ ഫോട്ടോ, ഭഗവാന്റെ തിരുനാമം ജപിക്കുന്നു. എല്ലാവരുടെ അടുത്ത് വീട്ടിൽ പോകുമ്പോൾ യമകിങ്കരന്മാരൊക്കെ പോകുമ്പോൾ എന്താണ് എല്ലാവരും നാമം ജപിക്കുന്നത്, ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാം രാമ രാമ ഹരേ. ചില സ്ഥലങ്ങളിലൊക്കെ കീർത്തനം ചെയ്യുന്നു, ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഓ യമരാജന്റെ അടുത്ത് പോയിട്ട് യമകിങ്കരന്മാർ പറയുന്നു, നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് ആരാണോ ഭഗവാന്റെ തിരുനാമം ജപിക്കാത്തത്, ആരാണോ ഭഗവാന്റെ ഭക്തി സേവനങ്ങൾ ചെയ്യാത്തത്, ആരാണോ ഭഗവാന്റെ മുന്നിൽ നമസ്കരിക്കാത്തത്, ഇവരെയൊക്കെ പിടിച്ചുകൊണ്ടുവരാനാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഞങ്ങൾ പോകുന്ന ഇടങ്ങളിലൊക്കെ എന്താണ്, അവിടെ നിന്നൊക്കെ ഹരേ കൃഷ്ണ മഹാമന്ത്രം കേൾക്കുന്നു, അവിടെ നിന്നൊക്കെ ബെല്ലിന്റെയും ശംഖിന്റെയും ഒക്കെ ശബ്ദം കേൾക്കുന്നു. അവരൊക്കെ ഭഗവാന്റെ പൂജകൾ ചെയ്യുന്നു, ഭഗവാന്റെ നാമം ജപിക്കുന്നു, ഭഗവാന്റെ നിവേദ്യങ്ങൾ സമർപ്പിക്കുന്നു, ഭഗവാന്റെ മുന്നിൽ നമസ്കരിക്കുന്നു. പല സ്ഥലങ്ങളും ക്ഷേത്രങ്ങൾ തുറന്നിട്ട് അവരൊക്കെ കൂട്ടമായിട്ട് നാമം ജപിക്കുന്നു, നാമസങ്കീർത്തനം ചെയ്യുന്നു. അപ്പൊ നമ്മള് ലോകത്തിൽ എവിടെ പോകുമ്പോഴും ഇതൊക്കെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ജോലി കുറവാണ് ഇപ്പോഴെന്ന് പറഞ്ഞ് കംപ്ലൈന്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോ യഥാർത്ഥത്തിൽ നോക്കിയാൽ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. ശ്രീലപ്രഭുപാദരുടെ കാരുണ്യം, അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരുടെ കാരുണ്യം കൊണ്ട് ലോകത്തിൽ എല്ലായിടത്തും ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിന് ഇസ്കോണിന് ക്ഷേത്രങ്ങളുണ്ട്. അവിടെയൊക്കെ ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ ചെറിയ സത്സംഗങ്ങളൊക്കെ ആയിട്ട് പല സ്ഥലങ്ങളും ഗ്രാമങ്ങളിലൊക്കെ കാണാം അല്ലെ. അവിടെയൊക്കെ ധാരാളം ഭക്തന്മാർ ഒത്തുകൂടിയും ഭഗവാനെ ആരാധിക്കുകയും ഭഗവാന്റെ നാമം ജപിക്കുകയും ഒക്കെ ചെയ്യുന്നു അല്ലെ. അപ്പോ അങ്ങനെയുള്ള ആളുടെ അടുത്തേക്ക് പോലും പോകരുതെന്നാണ് യമകിങ്കരന്മാർക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം അല്ലെ. അപ്പൊ അവർക്ക് എവിടെയും പോവാനായിട്ട് സാധിക്കുന്നില്ല. എവിടെ പോയിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കണം അല്ലെ. അത് നോക്കി വരുമ്പോ എന്താണ്, എല്ലാ വീടുകളിലും ഭഗവാനെ ആരാധിക്കുന്നു, ഭഗവാന്റെ നാമം ജപിക്കുകയോ ഒക്കെ ചെയ്യുന്നു. അപ്പൊ പറയുന്നു വിഗ്രഹാരാധന അത് നമുക്ക് ഗൗരനിത്തായിയെ ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെയും നിത്യാനന്ദ പ്രഭുവിനെയും എല്ലാവർക്കും ആരാധിക്കാമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ. അവരുടെ മുന്നില് വെറുതെ സങ്കീർത്തനം ചെയ്താൽ മാത്രം മതി എന്ന് പറഞ്ഞു അവരെ സന്തോഷമാണ്. ജയ സച്ചിനന്ദന ഗൗരഹരി സച്ചിമത പ്രാണധന നദിയ ബിഹാരി എന്നൊക്കെ പറഞ്ഞിട്ട് സങ്കീർത്തനം ചെയ്യുകയാണെങ്കിൽ ശ്രീ ചൈതന്യ മഹാപ്രഭു വളരെ സന്തോഷവാനാണ്. രാധാകൃഷ്ണന്മാരെ ആരാധിക്കുവാനായിട്ട് കുറെ നിയമനിബന്ധനകളും മറ്റുമൊക്കെ ഉണ്ട്. അപ്പൊ അത്
ആൾക്കാരുടെ കയ്യിൽ നേരത്തെയുള്ളവർക്ക് അത് ആരാധിക്കാം. അല്ലാത്തവരൊക്കെ എന്താ പറയുക, അതൊരു ഗുരുവിൻ്റെ ഒക്കെ നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ടൊക്കെ ചെയ്യണമെന്നാണ്. എന്നാൽ ആർക്കും ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ നിത്യാനന്ദ പ്രഭുവിനെയും ആരാധിക്കാൻ പറയുന്നു. അവര് അത്രയും കാരുണ്യം നൽകുന്നതാണ്. അവർക്കെന്നും വേണ്ട മറ്റുള്ളവരെ യാതൊരു കാര്യങ്ങളും അവർ നൽകാം. അങ്ങനെ അവർക്കൊന്നും ചെയ്യേണ്ടതല്ല. നിങ്ങൾ നിവേദ്യം നൽകിയിട്ടില്ലെങ്കിലും പൂജ ചെയ്തിട്ടില്ലെങ്കിലും ഒന്നും പ്രശ്നമല്ല. എന്തേ വേണ്ടു, കർത്താൽ എടുത്തിട്ട് അവിടെ ഇരുന്നിട്ട് കീർത്തനങ്ങൾ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അവർ സന്തോഷവാന്മാരാകും, അവര് നൃത്തം ചെയ്യുന്നു. അപ്പൊ കലിയുഗത്തിൽ ഇങ്ങനെ എല്ലായിടത്തും എന്താ പറയാ, എല്ലായിടത്തും ഭക്തന്മാരെ എല്ലായിടത്തും നാമം ജപിക്കുന്നു. അതുകൊണ്ട് യമരാജൻ എന്റെ യമകിങ്കരന്മാർക്ക് ജോലിയൊന്നും ഇല്ലാതായി എന്ന് അവര് യമരാജന്റെ അടുത്ത് പരാതി പറയുന്നു. ഒരിക്കലെങ്കിലും ഭഗവാന്റെ ക്ഷേത്രത്തിലെ ആ ക്ഷേത്രത്തിന്റെ കവാടം കവാടം അത് കടന്നിട്ടുള്ള ഒരാള്, ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് വന്നിട്ടുള്ള ഒരാള് പിന്നീട് ഒരിക്കലും യമരാജന്റെ ലോകത്തേക്ക് പോകില്ല, മറ്റൊരമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് പോകേണ്ടി വരില്ല എന്ന് അല്ലെ. അപ്പൊ അതുപോലെ ഭഗവാന്റെ പാദങ്ങൾ അല്ലെ, തിരുപ്പതിയൊക്കെ പോയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ, ഭഗവാന്റെ പാദം നമ്മുടെ ശിരസിലൊക്കെ അല്ലെ, അപ്പൊ നമ്മുടെ അമ്പലത്തിൽ വെക്കുന്നുണ്ട് സട്ടാരി. അപ്പൊ അത് ഒരിക്കൽ ശിരസിൽ വെച്ച് കഴിഞ്ഞാൽ പറയുന്നു അങ്ങനെയുള്ള വ്യക്തി പിന്നീട് ഒരു അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് കടക്കില്ല എന്ന്, വേറൊരു ജന്മം ഇനി എടുക്കേണ്ടതായിട്ട് വരില്ല എന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭഗവാന്റെ നാമം ജപിക്കുന്നതിനും ക്ഷേത്രത്തിൽ സന്ദർശിക്കുന്നതിനും ഭഗവാന്റെ മുന്നിൽ നമസ്കരിക്കുന്നതിനും ഒക്കെ വളരെയേറെ മഹത്തരമായിട്ടുള്ള കാര്യങ്ങളാണ്. കാണുന്നവർക്ക് അതൊക്കെ ഒരു പുച്ഛമായിരിക്കും അല്ലെ. ചില ആൾക്കാർ കാണുന്നില്ലേ, വെറുതെ മണ്ണിലൊക്കെ വീണിട്ട് അവിടെ നമസ്കരിക്കുന്നത്. ഇപ്പോ ഭഗവാന്റെ ഭക്തിയുത സേവനങ്ങളിൽ പെടുന്നത് തന്നെയാണ് ഇതൊക്കെ അല്ലെ. നമ്മൾ നേരത്തെ പഠിച്ചു അംബരീഷ് മഹാരാജാവിന്റെ ഭക്തിയുത സേവനങ്ങളെ കുറിച്ചിട്ട് പറയുന്നത് അല്ലെ. സവേ മനകൃഷ്ണ പതാരവിന്ദയോ വാചാംസി വൈകുണ്ഠ ഗുണാനുവർണനോ കരോ ഹരേർ മന്ദിരമാർജനാദിഷു സുതിഞ്ചകാരാച്യുത സത്കഥോതി മുകുന്ദലിംഗാലയ ദർശനോ ദൃശോ തദ്വൃത്യഗാത്ര സ്പർശേംഗ ഗ്രാണം ച തത്പാദ സരോജ സൗരവം ശ്രീമത് തുളസ്യാരസരന്തർ. ഭക്തിയുടെ സേവനങ്ങളെ കുറിച്ചിട്ടൊക്കെ പറയുന്നു. നമ്മുടെ മനസ്സെപ്പോഴും ഭഗവാനെ കുറിച്ചിട്ട് ഓർക്കാനായിട്ടല്ലേ നമ്മുടെ കണ്ണുകളെപ്പോഴും ഭഗവാനെ കാണാൻ. അങ്ങനെ ഓരോരോ അംഗങ്ങളെ കുറിച്ചിട്ടും പറയുന്നു അല്ലെ. ശിരോ ഋഷികേശ പദാഭിവന്ദനം അതാണ് നമ്മുടെ ശിരസ് ഭഗവാന്റെ മുന്നിലെ ഋഷികേശന്റെ മുന്നിൽ നമസ്കരിക്കുവാനായിട്ടുള്ളതാണ്. അപ്പൊ ഇതൊന്നും ചെയ്യുന്നില്ലെങ്കിൽ എന്താണ്, അതിനെ കുറിച്ചിട്ട് നമ്മൾ 2ാമത്തെ സ്കന്ധത്തിലാണെന്ന് തോന്നുന്നു അല്ലെ, നമ്മൾ പഠിക്കുകയുണ്ടായി. ഭഗവാന്റെ മുന്നിൽ നമസ്കരിക്കാത്ത ശിരസ് മൃതശരീരത്തിന്റെ ശിരസ് പോലെയാണ്. അവൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലും ചത്തവനെ പോലെ തന്നെയാണ് അല്ലെ. അതുപോലെ ഭഗവാന്റെ മനോഹരമായിട്ടുള്ള രൂപം ദർശിക്കാത്ത കണ്ണുകൾ എന്താണ്, മയിൽപീലിയിലെ കണ്ണുകൾ പോലെയാണ് അല്ലെ. ഭഗവാനെ കുറിച്ച് കേൾക്കാത്ത ചെവികൾ എന്താണ്, പാമ്പിന്റെ മാളം പോലെയാണ്. ഭഗവാനെ കുറിച്ച് കീർത്തിക്കാത്ത നാവുകള് തവളയുടെ നാവ് പോലെയാണെന്ന്. അതാണ് തവള വെറുതെ ഒച്ച ശബ്ദമുണ്ടാക്കിയിട്ട് പാമ്പിനെയൊക്കെ ക്ഷണിച്ചു വരും അല്ലെ. അതുപോലെ ഭഗവാനെ കുറിച്ച് പറയാതെ ഭഗവാന്റെ നാമം ജപിക്കാത്ത നാവുകള് അപകടങ്ങളെ ക്ഷണിച്ചു വരും. അങ്ങനെ ഓരോരോ ഇന്ദ്രിയങ്ങളെ കുറിച്ചിട്ടുണ്ട്. അപ്പോ നമുക്ക് ഈ ഇന്ദ്രിയങ്ങളൊക്കെ എന്താണ്, ഭഗവാന്റെ ഋഷികേശനായിട്ടുള്ള ഭഗവാന്റെ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുത്താനാണ് അല്ലെ. ഇതൊന്നും ചെയ്യാത്ത ആൾക്കാരൊക്കെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാനായിട്ടാണ് യമരാജൻ യമകിങ്കരന്മാർക്ക് പറയും അല്ലെ. ചിലപ്പോഴൊക്കെ ആൾക്കാരോട് പറയും മരിക്കും, അഭക്തന്മാരും മരിക്കും ഭക്തന്മാരും മരിക്കും, അതിലെന്താണ് കാര്യം ഇത്ര അയച്ചു അല്ലെ. മരിക്കും, രണ്ടുപേരും മരിക്കും അല്ലെ. എന്നാൽ അത് കൊണ്ടുപോകുന്നവരും എത്തിച്ചേരുന്ന സ്ഥലവും വ്യത്യസ്തമാണ് അല്ലെ. പ്രഭുപാദര് നല്ലൊരു ഉദാഹരണം പറയും. ഒരു പൂച്ച ഒരു എലിയെ പിടിക്കുന്നതും അതേ വായ കൊണ്ട് തന്നെ അതിൻ്റെ കുട്ടിയെ കടിക്കുന്നതും, എലിയെയും കടിക്കും പല്ലുകൊണ്ട്, എലിയെയും കടിക്കും അതിൻ്റെ കുട്ടിയെയും കടിക്കും അല്ലെ.
ചെറിയ പ്രസവിച്ച ഉടനെയുള്ള പൂച്ചകളൊക്കെ കണ്ടിട്ടുണ്ട്. അതിന്റെ കുട്ടികളെ കടിച്ചിട്ടാണ് കൊണ്ടുപോകും അല്ലെ. അപ്പൊ പറയുന്നു, ഒരു എലിയെ കടിക്കുന്ന ഭാവത്തോടെയല്ല, ആ ഒരു ശക്തിയോടെയല്ല അതിന്റെ കുഞ്ഞിനെ കടിക്കുന്നത് എന്നും. കുഞ്ഞിനെ എന്തിനാണ്? സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുവെക്കാനാണ് അല്ലെ. ചില പൂച്ചകളൊക്കെ പ്രസവിച്ച് കഴിഞ്ഞാൽ കുട്ടികളൊക്കെ പോയിട്ട് അവിടെ എങ്ങനെ ഇടയ്ക്കിടെ പോയി നോക്കുമോ, ശല്യപ്പെടുത്തുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് പൂച്ചക്ക് അതിന്റെ മണമൊക്കെ ലഭിക്കുന്ന അറിയാം. അപ്പൊ അവരെ അവിടെ നിന്ന് എടുത്തിട്ട് വേറെ സ്ഥലത്ത് കൊണ്ടേക്കും അല്ലെ. അവിടെയും പോയാൽ വേറെ സ്ഥലത്ത് കൊണ്ടേക്കും. അപ്പൊ അങ്ങനെ ഓരോ സ്ഥലത്തും കടിച്ചു കൊണ്ടേക്കും അല്ലെ. അപ്പൊ എന്താ പറയുന്നത്, അതിനെ സുരക്ഷിതമായുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകാനായിട്ടാണ് ആ പൂച്ച അതിന്റെ കുട്ടിയെ കടിക്കുന്നത് അല്ലെ. അതേ വായു കൊണ്ട് തന്നെയാണ് എലിയെയും കടിക്കുന്നത് അല്ലെ. എലിയെ സുരക്ഷിതമായിട്ട് സ്ഥലത്ത് കൊണ്ടേക്കാനോ അല്ല അല്ലെ. എന്താണ് മാപസാദേ ഗോവിന്ദേ അല്ലെ. അതിനെ തിന്നാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അതിനെ കടിച്ചു കൊന്ന് തിന്നുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പോ അതുപോലെ മരിക്കുമില്ല എന്ന് വെച്ച് കഴിഞ്ഞാല് ഡിവോട്ടീസും മരിക്കും അല്ലെ. എന്നാൽ അവരെ കൊണ്ടുപോകാനായിട്ട് യമരാജനോ യമകിങ്കരന്മാരോ എല്ലാം വരുന്നത് വിഷ്ണുദൂതന്മാരാണ് അല്ലെ. അപ്പൊ ഇത് പ്രഭുപാദരൊന്നും പറയുന്നല്ല, ഇത് ഇവിടെ അല്ലെ പല ആൾക്കാർ പറയാം അത് ഇസ്കോൺ ആൾക്കാർ ഉണ്ടാക്കിയ നിയമം, അവരുണ്ടാക്കുന്ന കഥകളാണ് അല്ല അല്ലെ. യമരാജൻ യമകിങ്കരന്മാരോട് പറയുന്നതാണ് അല്ലെ. ഭഗവാന്റെ ഭക്തന്മാരുടെ അടുത്തേക്ക് നിങ്ങൾ ഒരിക്കലും പോവരുത്, അവരുള്ള സമീപത്ത് പോലും നിങ്ങൾ പോവരുത് അല്ലെ. അപ്പോ അതുകൊണ്ട് തന്നെ അവരെ കൊണ്ടുപോകാൻ ആരാ വരുമോ? വിഷ്ണുദൂതന്മാരല്ലേ. അതുകൊണ്ടാണ് വിഷ്ണുദൂതന്മാര് നേരത്തെ വന്നിട്ട് യമകിങ്കരന്മാരെ തടഞ്ഞിട്ട് അജാമിളനെ മോചിപ്പിച്ചത്. അപ്പൊ എന്താണ്, വിഷ്ണുദൂതന്മാർക്ക് അവകാശപ്പെട്ടതാണ് ഈ ഭക്തൻ അല്ലെ. അവരാണ് അദ്ദേഹത്തിന്റെ ആത്മാവിനെടുത്തത് ആത്മീയ ലോകത്തിലേക്ക് എത്തിക്കേണ്ടത്. അപ്പൊ അതിനു പകരം യമരാജന്റെ അടുത്തേക്ക് കൊണ്ടുപോകാനായിട്ട് നോക്കിയപ്പോഴാണ് അതിനെ തടഞ്ഞത്. അപ്പോ ഭക്തന്മാരും മരിക്കും, എന്നാലേ അവരെ വിഷ്ണുദൂതന്മാര് കൊണ്ടുപോകുന്നു. അവര് നരകത്തിലേക്കല്ല പോകുന്നത്, അവര് ഭഗവാന്റെ അടുത്തേക്കാണ് പോകുന്നത്. വൈകുണ്ഠത്തിൽ അല്ലെങ്കിൽ ഗോലോക വൃന്ദാവനത്തിലേക്കാണ് അവർ പോകുന്നത്. എന്നാല് ഒരു അഭക്തനെ കൊണ്ടുപോകുന്നത് എന്താണ്? യമകിങ്കരന്മാർ യമരാജന്റെ അടുത്ത് പോയിട്ട് അവന്റെ ചെയ്തിട്ടുള്ള തെറ്റുകളൊക്കെ, അവൻ ചെയ്തിട്ടുള്ള പാപങ്ങളൊക്കെ പരിശോധിക്കുകയും ഓരോരോ നരകങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു അല്ലെ. നമ്മൾ പഞ്ചമസ്കന്ധത്തിൽ പഠിച്ചു 28 നരകങ്ങൾ, ആയിരക്കണക്കിന് നരകങ്ങളുണ്ട്. അതിൽ തന്നെ പ്രധാനപ്പെട്ട 28 എണ്ണത്തിനെ കുറിച്ച് പറഞ്ഞു അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഓരോ നരകങ്ങളിലും പോയിട്ട് ആ ശിക്ഷകളൊക്കെ ഏൽക്കേണ്ടതായിട്ടും വരും അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും ഇതാണ് ഭഗവാന്റെ ഭക്തന്മാർക്ക് ഭഗവാന്റെ പ്രത്യേക കാരുണ്യമുണ്ടാവും. അതുകൊണ്ട് തന്നെ അവർ ഈ ശരീരം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ യമരാജന്റെ അടുത്തോ അല്ലെങ്കിൽ വീണ്ടും ഒരമ്മയുടെ ഗർഭപാത്രത്തിലോ ജനിക്കേണ്ടതായിട്ട് വരുന്നില്ല. അവർക്ക് തിരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് പോകാനായിട്ട് സാധിക്കും. ഇവിടെ പറയുന്നു, ഓരോ മനുഷ്യജീവിയും വിഷ്ണു ഭഗവാനെ സമീപിക്കുന്നതിന് ഉദ്ദേശിക്കപ്പെട്ടതാണ് ധർമ്മങ്ങൾ അനുഷ്ഠിക്കണമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതിനാൽ വിഷ്ണുവിനായുള്ള ധർമ്മങ്ങൾ പാലിക്കാൻ വിസ്മരിക്കുന്ന വ്യക്തികളെ തന്റെ മുമ്പിൽ കൊണ്ടുവരാൻ യമരാജൻ യമദൂതന്മാരോട് ഉപദേശിക്കുന്നു. അകൃത വിഷ്ണു കൃത്യാൻ, വിഷ്ണുവിന്റെ നാമം കീർത്തിക്കാത്ത ഒരുവനും വിഷ്ണുവിന്റെ വിഗ്രഹത്തിനു മുമ്പിൽ ശിരസ് നമിക്കാത്തവനും വിഷ്ണുവിന്റെ പാദകമലങ്ങൾ സ്മരിക്കാത്തവനും യമരാജനാൽ ശിക്ഷാർഹനാണ്. ചുരുക്കത്തിൽ എല്ലാ അവൈഷ്ണവരും വിഷ്ണു ഭഗവാനിൽ താല്പര്യമില്ലാത്ത എല്ലാ വ്യക്തികളും യമരാജനാൽ ശിക്ഷാർഹനാണ്. തീർച്ചയായിട്ടും അവരെയൊക്കെ യമരാജൻ ശിക്ഷിക്കും എന്നാണ് പറയുന്നത്. അപ്പോ അതുകൊണ്ട് തന്നെ നമുക്ക് ആരോടെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ എന്താണ്, അവരെ കൊണ്ട് നാമം ജപിക്കുക, അവരെ കൊണ്ട് എന്തെങ്കിലും ഭക്തി സേവനങ്ങളൊക്കെ ചെയ്യിപ്പിക്കുക, അവർക്ക് ഭഗവത് പ്രസാദമൊക്കെ കിട്ടും അല്ലെ. തീർച്ചയായിട്ടും അങ്ങനെ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ്, യമരാജൻ അല്ലെ യമകിങ്കരന്മാര് വന്നിട്ട് അവരെ കൊണ്ടുപോകും അല്ലെ. അപ്പോ അതുകൊണ്ടാണ് പറയുന്നത് യഥാർത്ഥ പരോപകാരം എന്ന് പറയുന്നത് മറ്റുള്ളവർക്കും കൃഷ്ണാബോധം നൽകുക എന്ന് പറയുന്നതാണ് അല്ലെ. നമ്മൾ നേരത്തെ പഠിച്ചു, ഋഷഭദേവൻ പറയുന്നു, ഗുരുർന സസ്യാ സുജനേന സസ്യാ പിതാന സസ്യാ ജനനീന സസ്യാ ദൈവന്ന തസ്യാ നപദീശ സസ്യാ നമോചയേതേ സമുപേത മൃത്യു. നമോചയേതേ സമുപേത മൃത്യു. ഒരു ആളെ ജന്മഭരണ ചക്രത്തിൽ നിന്നും രക്ഷിക്കാൻ കഴിയുന്നവനാണ് യഥാർത്ഥ ഗുരു. ഒരു ഗുരു എന്ന് പറയുന്നവൻ
യഥാർത്ഥ ഗുരുവായൂർക്ക് എന്താണ്? തന്നെ സമീപിച്ചിട്ടുള്ള ശിഷ്യനെ ജന്മമരണത്തിൽ തക്കണം. അതുപോലെ മക്കളെ അല്ലെ, അച്ഛനമ്മമാരാണെന്ന് പറയുന്നത് എന്താണ്? അവരെ ജനന മരണ ചക്രത്തിൽ നിന്നും രക്ഷിക്കാൻ കഴിയുന്നവരായിരിക്കണം യഥാർത്ഥ മാതാപിതാക്കൾ. അതുപോലെ ഒരു ഭാര്യയെ ജന്മമരണ ചക്രത്തിൽ നിന്ന് രക്ഷിക്കാൻ യഥാർത്ഥ ഭർത്താവ്, അതുപോലെ ബന്ധുജനങ്ങൾ എന്ന് പറയുന്നവരെ, അവരുടെ ആശ്രിതരെ ജന്മമരണ ചക്രത്തിൽ നിന്നും രക്ഷിക്കാൻ കഴിയണം. ഇല്ലെങ്കിൽ എന്താണ്? അവരൊന്നും ശരിയായ രീതിയിൽ ആ സ്ഥാനം വഹിക്കുന്നവരല്ല എന്ന്. അപ്പൊ അതുകൊണ്ട് ഇവിടെ പ്രഭുപാദര് പറയുന്നു, എല്ലാ അവൈഷ്ണവരും വിഷ്ണു ഭഗവാനിൽ താല്പര്യമില്ലാത്ത എല്ലാ വ്യക്തികളും യമരാജനാൽ ശിക്ഷാർഹനാണ്. കൃഷ്ണനെ, വിഷ്ണുവിനെ ആരാധിക്കുകയോ ഭഗവാന്റെ നാമം ജപിക്കുകയോ ഭക്തി സേവനങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്യാത്ത എല്ലാവരെയും യമരാജൻ ശിക്ഷിക്കും. അവരൊക്കെ യമകിങ്കന്മാര് കൊണ്ടുപോകും എന്ന് പറയും. അപ്പോൾ യമരാജൻ ഭഗവാനോട് ക്ഷമ യാചിക്കുന്നതായിട്ടാണ് അടുത്ത ശ്ലോകം പറയുന്നത്. എന്താണ്? ഭഗവാന്റെ ഒരു ഭക്തനെ പിടികൂടുകയുണ്ടായി. ഇവിടെ പറയുന്നു, അചാമിളനെ പോലുള്ള ഒരു വൈഷ്ണവനെ പിടികൂടി തീർച്ചയായും ഒരു മഹാ അപരാധം ചെയ്തു എന്ന് പറയും. അല്ലയോ പരമോന്നതനും ആദിസ്വരൂപനുമായത് നാരായണ, ഞങ്ങളോട് പൊറുക്കണമേ എന്ന്. അങ്ങയുടെ ഭക്തനാണെന്നറിയാതെ അജ്ഞത മൂലം എന്റെ സേവകർ യമകിങ്കരന്മാർ പോയിട്ട് നിങ്ങളുടെ ഒരു ഭക്തനെ ദ്രോഹിക്കുകയുണ്ടായി. അതിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്ന് പറയും. അതാണ് യഥാർത്ഥത്തില് യമരാജൻ ഒന്നും ചെയ്തില്ല അല്ലെ, യമകിങ്കരന്മാരാ പോയത്. എന്നാൽ യമകിങ്കരന്മാര് ചെയ്തിട്ടുള്ള പ്രവൃത്തിക്ക് യമരാജൻ മാപ്പ് ചോദിക്കുന്നു. അപ്പോ അതിന്റെ ഉത്തരവാദിത്വം അല്ലെ, ഇവിടെ പ്രഭുപാദർ ഇതിന്റെ ഭാവാർത്ഥത്തിൽ പറയുന്നു, ഒരു സ്ഥാപനത്തില് അവിടെയുള്ള സേവകൻ, അവിടെയുള്ള ജോലിക്കാരൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ എന്താണ്? അതിന്റെ ഉത്തരവാദിത്വം ആ സ്ഥാപനത്തിന്റെ ഉടമയ്ക്കാണ് അല്ലെ. അതുപോലെ ഇവിടെ യമരാജൻ അദ്ദേഹത്തിന്റെ ഭൃത്യന്മാർ ചെയ്തിട്ടുള്ള അപരാധങ്ങൾക്ക് ഭഗവാനോട് മാപ്പ് ചോദിക്കുന്നു എന്ന്. നമുക്കറിയാം, ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ ചെറിയ 18 വയസ്സൊന്നും ആവാത്ത കുട്ടികള് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? മാതാപിതാക്കൾക്കാണ് അതിന്റെ ശിക്ഷ കിട്ടും അല്ലെ. ഫൈനൊക്കെ അടക്കാൻ എന്താ പറയാ, അച്ഛന്റെ അമ്മയുടെ പേരിലാണ് നോട്ടീസൊക്കെ വരും, മെസ്സേജൊക്കെ വരും അല്ലെ. അതാണ് കുട്ടികൾക്ക്, പ്രായമാകാത്ത കുട്ടികൾക്ക് ബൈക്കോ കാറൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടാകുമ്പോ അതിന് ഉത്തരവാദി ആരാണ്? അച്ഛനോ അല്ലെ. അതുപോലെ ഇവിടെ യമകിങ്കരന്മാര് ചെയ്തിട്ടുള്ളതാണ് തെറ്റെങ്കിലും അതിന്റെ ഉത്തരവാദിത്വം യമരാജൻ സ്വയം ഏറ്റെടുക്കുന്നു. അതിനെ മാപ്പ് ചോദിക്കുന്നു ഭഗവാന്റെ അടുത്തേക്ക്. പ്രഭുപാദരുടെ ന്യായശാസ്ത്രത്തിൽ പറയുന്ന കാര്യങ്ങളും പറയുന്നു. ഒരു പരിചാരകൻ തെറ്റ് ചെയ്താൽ യജമാനൻ ശിക്ഷാർഹനാണ്. എന്തുകൊണ്ടെന്നാൽ ആ തെറ്റിന്റെ ഉത്തരവാദിത്വം അവനാണ്. അത് ഗൗരവത്തിൽ കണക്കിലെടുത്ത യമരാജൻ അവന്റെ ഭൃത്യന്മാരോട് കൂടി തങ്ങളുടെ തെറ്റിന് മാപ്പ് ലഭിക്കുവാൻ പരമദിവ്യത്വ പുരുഷനായ ഭഗവാൻ നാരായണനോട് കൂട്ടുകൈകളോടെ പ്രാർത്ഥിക്കുകയുണ്ടായെന്ന്. പിന്നീട് 31-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്, ശുകദേവ ഗോസ്വാമി പറയുന്നു, എന്റെ പ്രിയപ്പെട്ട രാജാവേ, ഭഗവാന്റെ ദിവ്യനാമകീർത്തന്റെ ഏറ്റവും കൊടിയ പാപങ്ങളുടെ പ്രതികർമ്മങ്ങളെ പോലും ഉന്മൂലനം ചെയ്യാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് സങ്കീർത്തന പ്രസ്ഥാനത്തിന്റെ കീർത്തനമാണ് സമഗ്ര പ്രപഞ്ചത്തിലെയും ഏറ്റവും മംഗളകരമായ കർമ്മം. ദയവായി ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അങ്ങനെയായാൽ മറ്റുള്ളവരും അത് ഗൗരവത്തിലെടുക്കുന്നു. ശിവദേവ ഗോസ്വാമി ഒന്നുകൂടി നമ്മളെയൊക്കെ ഓർമ്മിപ്പിക്കുന്നു, ഏറ്റവും വലിയ കൊടിയ പാപങ്ങളുടെ പ്രതികർമ്മങ്ങളെ പോലും, എല്ലാ കർമ്മഫലങ്ങളെയും ഇല്ലാതാക്കാൻ സാധിക്കുന്ന, പാപകർമ്മഫലങ്ങളെയും ഇല്ലാതാക്കാൻ സാധിക്കുന്നതാണ് ഭഗവാന്റെ തിരുനാമജപം. അതൊന്ന് ഭഗവാന്റെ തിരുനാമ കീർത്തനം എന്ന് പറയും. ഈ പ്രപഞ്ചത്തിലെ സമഗ്ര പ്രപഞ്ചത്തിലെ ഏറ്റവും മംഗളകരമായിട്ടുള്ള കർമ്മമാണ് ഹരിനാമ കീർത്തനം, ഭഗവാന്റെ ദിവ്യനാമ കീർത്തനം എന്ന് പറയുന്നത്. പരിശുദ്ധ മഹാരാജാവിനോട് പറഞ്ഞത് മനസ്സിലാക്കുക. അങ്ങനെയായാലും എന്താണ്? മറ്റുള്ളവരും ഇത് ഗൗരവത്തിലെടുക്കും എന്നുള്ള കാര്യം പറയും. പ്രഭുപാദരന്റെ ഭാവാർത്ഥം പറയുന്നു, ഭഗവാന്റെ തിരുനാമ ജപത്തിലൂടെ പാപഫലങ്ങളൊക്കെ ഇല്ലാതാവും എന്ന് കരുതിയിട്ട് പാപകർമ്മങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് പാപകർമ്മങ്ങളൊക്കെ ചെയ്യുകയും പിന്നീട് ഹരിനാമം ജപിച്ചിട്ട് അത് ഇല്ലാതാക്കുകയും ജപിക്കുകയും ചെയ്യുന്നത് നാമ അപരാധമാണ് അല്ലെ. ഭഗവത് നാമം ജപിക്കുന്നതിന്റെ ബലത്തിൽ പാപകർമ്മങ്ങൾ ചെയ്യുന്നത് അല്ലെ, നമ്മൾ നാമ അപരാധങ്ങൾ വായിക്കും അല്ലെ, അതെന്താണ്? കൂടുതല് ഒഫൻസ് ആണ്. അതുകൊണ്ട് പ്രഭുപാദർ പറയുന്നു,
ദിവ്യനാമജപം അത്രയ്ക്ക് മംഗളകരമായതിനാൽ അതിന് എല്ലാ പ്രവൃത്തികളുടെ പ്രതിപ്രവർത്തനങ്ങളിൽ നിന്ന് മോചിപ്പിക്കാൻ ഒരു പ്രതിപ്രവർത്തനങ്ങളെ ഹരേകൃഷ്ണമാമന്ത്ര ജപത്തിലൂടെ നിഷ്ഫലമാക്കാമെന്ന ലക്ഷ്യത്തോടെ ആരും പാപപ്രവൃത്തികൾ ചെയ്യരുത്. മറിച്ച് എല്ലാ പാപകർമ്മങ്ങളിൽ നിന്നും സ്വതന്ത്രനാകാൻ ഒരുവൻ വളരെ ശ്രദ്ധാലുവായിരിക്കണം. ഹരേ കൃഷ്ണ മന്ത്രം ജപിച്ച് പാപപ്രവൃത്തികളുടെ പ്രതിപ്രവർത്തനം നിഷ്ഫലമാക്കാമെന്ന് ഒരിക്കലും ചിന്തിക്കുകയും വരുത്. അത് മറ്റൊരു തെറ്റാകും. ഒരു ഭക്തൻ യാദൃശികമായി പാപങ്ങൾ ചെയ്തു പോയാലും ഭഗവാൻ അത് ക്ഷമിക്കും. പക്ഷെ ഒരുവനും മനഃപൂർവ്വം പാപപ്രവൃത്തികൾ ചെയ്യരുത് എന്ന്. ഭഗവാന്റെ ദിവ്യനാമവും കർമ്മങ്ങളും നിരന്തരം ശ്രമിക്കുകയും കീർത്തിക്കുകയും ചെയ്യുന്ന ഒരുവനെ അവന്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കുവാൻ കഴിയുന്ന ഭക്തി സേവനത്തിന്റെ തലം നിഷ്പ്രയാസം പ്രാപിക്കാൻ കഴിയും. വ്രതങ്ങളും വൈദികാചാരങ്ങളും അനുഷ്ഠിക്കുന്നതിലൂടെ ഒരുവനെ അത്തരം ശുദ്ധീകരണം സാധ്യമാവില്ല എന്ന് പറയുന്നില്ല. അതാണ് ധാരാളം ആൾക്കാരെ കാണാം കഠിനമായിട്ടുള്ള വ്രതങ്ങളും തപശ്ശേരികളും ഒക്കെ ചെയ്യുന്നു അല്ലെ. അപ്പോ അതിലൂടെയൊന്നും പൂർണ്ണമായിട്ടും ശുദ്ധീകരണം സാധ്യമാവില്ല. എന്നാൽ ഏറ്റവും വലിയ പ്രായശ്ചിത്തം നേരത്തെ പറഞ്ഞു അല്ലെ, ഭഗവാന്റെ തിരുനാമജപം. അതുകൊണ്ട് തന്നെ എല്ലാ പാപങ്ങളെയും ഇല്ലാതാക്കി തീരുകയും ഹൃദയം പരിശുദ്ധമാവുകയും ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഭഗവാൻ കൃഷ്ണന്റെ പാദകമലങ്ങളിലെ തേനെല്ലായ്പ്പോഴും നുകരുന്ന ഭക്തന്മാർ ദുഃഖത്തിന് മാത്രം ഹേതുവാകുന്ന ഭൗതിക പ്രകൃതി ത്രിഗുണങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കും ഭൗതിക കർമ്മങ്ങൾ ഒരിക്കലും വകവയ്ക്കില്ല. തീർച്ചയായും ഭൗതിക കർമ്മങ്ങളിലേക്ക് തിരിയുവാൻ ഒരിക്കലും കൃഷ്ണന്റെ പാദകമലങ്ങൾ ഉപേക്ഷിക്കുകയുമില്ല എന്നത്. എങ്ങനെയായാലും മറ്റുള്ളവർ വൈദികാചാരങ്ങൾ ആകർഷകരായ ഭഗവത് പദത്തിന്റെ സേവനം തിരസ്കരിച്ചതിനാൽ കാമാഗ്രഹത്താൽ വശിക്കുന്ന ചിലപ്പോൾ പ്രായശ്ചിത്ത കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു. എന്നിരുന്നാലും പരിപൂർണമായി പരിശുദ്ധിക്കപ്പെടാതിനാൽ അവർ വീണ്ടും വീണ്ടും പാപങ്ങളുടെ കർമ്മങ്ങളിലേക്ക് മടങ്ങുന്നു. ഭഗവാന്റെ ഭക്തന്മാർ ഒരിക്കലും ഭഗവാന്റെ സേവനങ്ങൾ ഒഴിവാക്കിയിട്ട് മറ്റുള്ള ഭൗതിക കർമ്മങ്ങളിലേക്ക് നീങ്ങാറില്ല എന്ന് പറയും. അപ്പൊ അവരെപ്പോഴും ഭഗവത് സേവനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത്. മറ്റുള്ളവരൊക്കെ പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, പ്രായശ്ചിത്തങ്ങളൊക്കെ ചെയ്യുന്നു. എന്നാൽ അതൊന്നും പൂർണ്ണമായിട്ടും പരിശുദ്ധീകരിക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് വീണ്ടും വീണ്ടും അവര് പാപകാര്യങ്ങൾ ചെയ്യാനുള്ള പ്രവണത ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഭഗവാന്റെ തിരുനാമം ജപിക്കുമ്പോൾ അഥവാ തെറ്റുകളോട് കൂടി ജപിച്ചെന്ന് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ പറയുന്നു, ഒരുവൻ തെറ്റുകൾ ഇല്ലാതെയോ തെറ്റുകളോട് കൂടിയോ ജപിച്ചെന്ന് വരാം. പക്ഷേ അവൻ ഈ പ്രക്രിയ ഗൗരവമായി സ്വീകരിച്ച് നിർവഹിക്കുന്ന വർഷം അവന് പ്രായശ്ചിത്തത്തിന്റെ വൈദികാചാരാനുഷ്ഠാനങ്ങളെ നേടാൻ കഴിയാത്ത പരിപൂർണത നേടാൻ കഴിയും. വൈദികാചാരാനുഷ്ഠാനങ്ങൾ ആസക്തരായ വ്യക്തികൾ ഭക്തിത സേവനത്തിൽ വിശ്വസിക്കാത്തവരും ഭഗവാന്റെ ദിവ്യനാമകീർത്തനത്തെ ശ്ലാഘിക്കാത്തവരും പ്രായശ്ചിത്തം ഉപദേശിക്കുന്നവരുമായ വ്യക്തികൾ അത്യുന്നത പരിപൂർണത നേടുന്നതിൽ പരാജിതനും. ഭക്തന്മാർ അതിനാൽ ഭൗതികാസ്വാദനത്തിൽ നിന്നും സമ്പൂർണ്ണമായി വിട്ടുനിൽക്കുകയും വൈദികാചാരങ്ങൾക്കു വേണ്ടി കൃഷ്ണാബോധം ഉപേക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്നു. ആർത്തിപൂണ്ട ഭൗതിക ആഗ്രഹങ്ങളാൽ വൈദിക ആചാരാനുഷ്ഠാനങ്ങളിൽ ആസക്തരായ വ്യക്തികൾ ഭൗതികാസ്തിലെ കുഴപ്പങ്ങൾക്ക് വീണ്ടും വീണ്ടും വിഷയിപ്പിക്കുന്നു. അവരുടെ കർമ്മങ്ങളെ പരീക്ഷിത് മഹാരാജാവ് കുഞ്ചര ശൗച ആനയുടെ സ്നാനത്തോട് ഉപയോഗിച്ചിരിക്കുന്നു. അവരെന്താണ് ഭഗവാന്റെ നാമം ജപിക്കുന്നൊന്നുമില്ല അല്ലെ. അവര് പലതരത്തിലുള്ള പ്രായശ്ചിത്തങ്ങൾ ചെയ്താലും അവരുടെ പാപങ്ങളൊന്നും പൂർണ്ണമായിട്ടും ഇല്ലാതാവുന്നില്ല അല്ലെ. കുറെ പാപപ്രവൃത്തികളൊക്കെ ചെയ്യും, പിന്നീട് എന്തെങ്കിലും പ്രായശ്ചിത്തങ്ങൾ വീണ്ടും പാവപ്രവൃത്തികൾ ചെയ്യും അല്ലെ. ഇതിങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കും. അതുകൊണ്ട് എന്താണ് പരീക്ഷിത് മഹാരാജാവ് ആനയുടെ ഗജസ്നാനം കുഞ്ചര ശൗചം അല്ലെ, ആന നല്ല വൃത്തിയായിട്ട് കുളിക്കും, പിന്നീട് കരയിൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും മണ്ണ് വാരിയിടും, വീണ്ടും പോയി കുളിക്കും അല്ലെ, ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അതുപോലെയാണ് യഥാർത്ഥ പ്രായശ്ചിത്തം എന്ന് പറയുന്നത് ഭഗവാന്റെ തിരുനാമജപമാണെന്ന് പറയും. അടുത്ത ശ്ലോകം, അവരുടെ യജമാനന്റെ മുഖത്തു നിന്നും ഭഗവാന്റെ അസാധാരണമായ മഹത്വവും നാമരൂപ യശസ്സുകളും മറ്റു സവിശേഷതകളും ശ്രവിച്ച യമദൂതന്മാർ അത്ഭുതസ്തബ്ധരായി. അപ്പോൾ മുതൽ അവർ ഒരു ഭക്തനെ കണ്ടാലുടൻ ഭയപ്പെടുകയും അവനെ വീണ്ടും നോക്കാൻ മടിക്കുകയും ചെയ്യുന്നുണ്ട്. യമകിങ്കരന്മാർ ഇത്രയും കാലം വിചാരിച്ചിരുന്നത് യമരാജനാണ് എല്ലാറ്റിന്റെയും നേതാവ് അല്ലെ, യമരാജനാണ് അവർ പറയുന്നതാണ് അവസാന വാക്ക് എന്നൊക്കെയായിരുന്നു ഇത്രയും കാലം വിചാരിച്ചത് അല്ലെ. എന്നാൽ യമരാജനിൽ നിന്നും തന്നെ യമകിങ്കരന്മാരെ കേർക്കുകയുണ്ടായി.
ഞാൻ ഭഗവാന്റെ വെറും ഒരു സേവകനാണെന്നും യഥാർത്ഥ നിയന്താവ് എന്ന് പറയുന്നത് ശ്രീകൃഷ്ണ ഭഗവാനാണെന്നുള്ള കാര്യമൊക്കെ അല്ലേ, ഇതൊക്കെ കേട്ടു. അതുപോലെ തന്നെ ഭഗവാന്റെ നാമം, രൂപം, ലീലാഗുണങ്ങൾ ഇതൊക്കെ മഹത്തരമായിട്ടുള്ളതാണ്. ആരാണോ ഇതൊക്കെ ഭഗവാന്റെ നാമം ജപിക്കുകയും മറ്റുള്ള ഭഗവാന്റെ സത്കഥകൾ കേൾക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നല്ലേ, അവരൊന്നും ഒരിക്കലും നിങ്ങൾ തൊടാൻ പോകരുത് എന്നൊക്കെ പറയുന്നുണ്ടായി അല്ലേ. അപ്പൊ അതുകൊണ്ട് ഭക്തന്മാരുടെ അടുത്ത് പോവാൻ പോലും യമകിങ്കരന്മാർക്ക് ഭയമായി എന്നാണ് പറയുന്നത്. അവരെ ഒരിക്കൽ പോലും ഒരിക്കൽ അവരെ കണ്ടിട്ട് അത് ഭക്തനാണ് തന്നെ പിന്നീട് ആ ഭാഗം തന്നെ നോക്കുന്നില്ല എന്നാണ് പറയുന്നത്. അവരെ വീണ്ടും നോക്കാൻ മടിക്കുകയും ചെയ്യുന്നു. ഈ സംഭവം മുതൽ യമദൂതന്മാർ ഭക്തന്മാരെ സമീപിക്കുന്ന ആപൽക്കരമായ സ്വഭാവം ഒഴിച്ച് യമദൂതന്മാർക്ക് ഭക്തന്മാർ ആപൽക്കാരികളായി തീർന്നു. പലർക്കും ഒരു ധാരണ ഉണ്ടായിരിക്കാം, ഇതൊരു കെട്ടുകഥയല്ലേ, ഇതൊക്കെ വെറുതെ പറയുന്നതാണ്, ഇങ്ങനെ നടന്നില്ല അല്ലെ. ഇതിനെ കുറിച്ചിട്ട് ശുഭദേവ ഗോസ്വാമി പറയുന്നു, ഇതിഹാസമിമം ഗുഹ്യം ഭഗവാൻ കുംഭസംഭവ കഥയാമാസമലയാസീനോ ഹരിമർച്ചയ. ഇതിഹാസമിമം ഗുഹ്യം ഭഗവാൻ കുംഭസംഭവ കഥയാമാസമലയാ ആസീനോ ഹരിമർച്ചയൻ. കുംഭന്റെ പുത്രനായ അഗസ്ത്യ മഹാമുനി പരമദിവ്യോത്തപുരുഷനായ ഭഗവാനെ ആരാധിച്ചുകൊണ്ട് മലയപർവ്വതത്തിൽ വസിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തെ സമീപിക്കുകയും അദ്ദേഹം എന്നോട് ഈ രഹസ്യ ചരിത്രം വിവരിക്കുകയും ചെയ്തു. അപ്പൊ ഇത് എവിടുന്നോ എടുത്തിട്ടുള്ള കെട്ടുകഥയല്ല. എന്നോട് അഗസ്ത്യമുനി മലയപർവ്വതത്തില് അവിടെ ഭക്തിത സേവനങ്ങൾ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന അഗസ്ത്യമുനി എന്നോട് പറഞ്ഞിട്ടുള്ളതാണ് ഈ രഹസ്യമായിട്ടുള്ള ചരിത്രം, രഹസ്യമായിട്ടുള്ള ഈ ലീലകൾ എന്ന് ശുഭദേവ ഗോസ്വാമി നമ്മളോട് പറഞ്ഞു. ഓക്കെ, അപ്പോ ഈ എന്താ പറയാ നാമത്തിന്റെ ഈ ഒരു ലീല പറഞ്ഞിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്? ഭഗവാന്റെ തിരുനാമം അത്രയും മഹത്തരമായിട്ടുള്ളതാണ്, അതിനുമുപരിയായിട്ട് ഈ ലോകത്തില് മറ്റൊന്നും തന്നെ ഇല്ല എന്ന് വെളിപ്പെടുത്തുവാനായിട്ടാണ് ഇങ്ങനെ ഒരു ലീല പറഞ്ഞിട്ടുള്ളത് അല്ലെ. അത് ആരാളെ പറയപ്പെടുന്നു? ഇവിടെ ആദ്യം വിഷ്ണുദൂതന്മാർ പറഞ്ഞു അല്ലെ, പിന്നീട് അത് ഒന്നുകൂടി യമരാജൻ സ്ഥിരീകരിക്കുന്നു. യമരാജൻ അത് ഒന്നുകൂടി പറയുന്നു, നാമത്തിന്റെ മഹാത്മ്യം യമകിങ്കരന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നതായിട്ട്. ആരോടാ പറയുന്നത്? നമ്മോട് തന്നെയാണ് പറയുന്നത് അല്ലെ. അപ്പൊ ഈ ലോകത്തില് എല്ലാ പാപകർമ്മങ്ങളിൽ നിന്നും മോചിതനായിട്ട് ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ, ഭഗവാന്റെ തിരുനാമജപം അല്ലെ. അതുകൊണ്ടാണ് ശ്രീല പ്രഭുപാദർ ഈ ഒരു അധ്യായത്തിൽ ധാരാളം സ്ഥലങ്ങളിൽ അല്ലെ ഭാവാർത്ഥത്തിൽ പറയുന്നു, ഹരേർ നാമ ഹരേർ നാമ ഹരേർ നാമ ഇവ കേവലം കലോ നാസ്തേവ 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 ഗതിരന്യതായ. ഭഗവാന്റെ തിരുനാമം ജപിക്കുക, ഭഗവാന്റെ തിരുനാമം ജപിക്കുക, ഭഗവാന്റെ തിരുനാമം ജപിക്കുക. ഈ കലിയുഗത്തിൽ വേറെ യാതൊരു വഴിയുമില്ല, വേറെ യാതൊരു വഴിയുമില്ല, വേറെ യാതൊരു വഴിയുമില്ല. ഓക്കെ, ശ്രീമദ് ഭാഗവതം 6-ാം സ്കന്ധത്തിലെ യമരാജൻ തന്റെ ദൂതന്മാരെ ഉപദേശിക്കുന്ന എന്ന 3-ാം അധ്യായത്തിന്റെ ഭക്തി വേദാന്ത ഭാഷണം ഇപ്രകാരം സമാപിക്കുന്നു. ഈ അധ്യായം ഇവിടെ തീരുന്നതാണ്. ഇനി പുതിയൊരു വിഷയമാണ് 4-ാമത്തെ അധ്യായത്തിന്. നേരത്തെ നമ്മൾ ചതുർത്ഥ സ്കന്ധം 4-ാമത്തെ സ്കന്ധത്തിൽ അവസാനിപ്പിച്ച ഭാഗത്ത് നിന്ന് വീണ്ടും തുടങ്ങുന്നതാണ്. ദശപ്രജാപതി ഭഗവാനെ സമർപ്പിച്ച ഹംസഗുഹ്യ പ്രാർത്ഥനകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ അതിൽ പ്രജേതസ്സുകളെ കുറിച്ചിട്ടും പ്രാചീന വർഷിന്റെ 10 പുത്രന്മാരായിട്ടുള്ള പ്രജേതസ്സുകളെ കുറിച്ചിട്ടും ഒക്കെ വിവരിക്കുന്നു. അത് വീണ്ടും നേരത്തെ 4-ാമത്തെ സ്കന്ധത്തിൽ അത് അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നതാണ് അല്ലെ. അപ്പൊ പിന്നീടാണ് സൃഷ്ടിയെ കുറിച്ചിട്ടും മറ്റുള്ള ഓരോ സപ്തദ്വീപുകളെ കുറിച്ചിട്ടും ഒക്കെ വിവരിക്കുകയുണ്ടായത് അല്ലെ. അതുപോലെ നരകലോകങ്ങളെ കുറിച്ചിട്ടും ഒക്കെ വീണ്ടും ആ പ്രാചീന മഹർഷിന്റെ പുത്രന്മാരായിട്ടുള്ള പ്രജേതസ്സുകളെ കുറിച്ചിട്ടും ഒക്കെ വിവരിക്കുന്നതാണ്, ആ പരമ്പരയെ കുറിച്ചിട്ടൊക്കെ. അപ്പൊ ഇവിടെ ദശന്റെ ഭഗവാന് സമർപ്പിച്ചിട്ടുള്ള പ്രാർത്ഥനകളെ കുറിച്ചിട്ട് പറയും. ഓക്കെ, അപ്പൊ നമുക്ക് തിങ്കളാഴ്ച മുതൽ നോക്കാം. അപ്പൊ നാളെ സ്പെഷ്യൽ ക്ലാസ്, അത് കുന്തിമാരാണിന്റെ പ്രാർത്ഥനകൾ, അത് നാളെ ഉണ്ടാവും. ബാക്കി ഭാഗങ്ങൾ കേട്ടോ. ഓക്കെ, ഹരേ കൃഷ്ണ. ഗ്രന്ഥരായ ശ്രീമദ് ഭാഗവതം की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय, निताय गौर प्रेमानंदे हरे हरे। वंशाकल्पतरुभ्यश्च कृपा सिन्धुभ्यः च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। अनंतकोटि वैष्णव वृंद की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय, निताय गौर प्रेमानंदे हरे हरे कृष्ण. അപ്പോൾ നമ്മുടെ സത്സംഗത്തിലുള്ള ആരും യമരാജനെ പേടിക്കേണ്ടതായിട്ടില്ല അല്ലെ. എന്താണ്, എല്ലാവരും ഒരിക്കലെങ്കിലും ഭഗവാന്റെ നാമം ജപിച്ചിട്ടുണ്ടാവും, ഒരിക്കലെങ്കിലും ഭഗവാനെ നമസ്കരിച്ചിട്ടുണ്ടാവും, ഒരിക്കലെങ്കിലും ഭഗവാന്റെ ഭക്തി സേവനങ്ങൾ അനുഷ്ഠിച്ചു അല്ലെ.
അത് വിചാരിച്ച് നമ്മൾ ഇനിയും ചെയ്യുക അല്ലെ. കൂടുതൽ കൂടുതൽ നമ്മൾ ഭക്തി സേവനങ്ങളൊക്കെ നിർവഹിക്കും. തീർച്ചയായിട്ടും മറ്റുള്ളവരെയും അതിനായിട്ട് സഹായിക്കുക. അതാണ് ഭഗവാനെ കൂടുതൽ ഇഷ്ടം. മറ്റുള്ളവരെയും കൃഷ്ണാഭവത്തിലേക്ക് കൊണ്ടുവരിക, അവരെയും സഹായിക്കുക എന്നുള്ളതാണ് ഭഗവാനെ പ്രിയപ്പെട്ടത് അല്ലെ. ഭഗവാൻ പറയുന്നു, എന്റെ സന്ദേശങ്ങൾ ആരാണോ പ്രചരിക്കുന്നത് അവരാണ് എനിക്ക് പ്രിയപ്പെട്ടത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ളവരോടും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക അല്ലെ. ഇതൊക്കെ നമുക്ക് ശാസ്ത്രങ്ങളിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. നമ്മൾ വെറുതെ പറയുന്നതല്ല, ഇതൊക്കെ ശ്രീമദ് ഭാഗവതത്തിൽ പറഞ്ഞിട്ടുള്ളതാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഓക്കെ, ഹരേ കൃഷ്ണ. പലരും പറയും, എന്തിനാണ് നാമം ജപിക്കുന്നത്? എല്ലാം കണക്കന്നെ, എന്തായാലും ഒരു ദിവസം അങ്ങ് മരിക്കും അല്ലെ. ജപിച്ചാലും മരിക്കും, ജപിച്ചിട്ടില്ല മരിക്കും, എന്താണ് ഇതിനുകൊണ്ട് കാര്യം എന്നൊക്കെ പ്രഭുപാദരടുത്തും ഇതുപോലെ ചോദിച്ചിട്ടുണ്ട്. സ്വാമി, നിങ്ങൾ എപ്പോഴും കൃഷ്ണൻ കൃഷ്ണൻ എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും നാമം ജപിക്കുന്നു, എപ്പോഴും ഭഗവാനോ നിവേദ്യങ്ങൾ കൊടുക്കുന്നു, എപ്പോഴും പൂജകളൊക്കെ ചെയ്യുന്നു, നമ്മൾ മരിച്ചിട്ട് അവസാനം ഇങ്ങനെ ഒന്നില്ല, കൃഷ്ണനെ ഒന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അവസ്ഥ എന്ന് ചോദിക്കും. അദ്ദേഹത്തോട് പ്രഭുപാദർ പറയുണ്ടായി, ഞാൻ ജീവിതകാലം മുഴുവൻ കൃഷ്ണനെ ആരാധിച്ചു, ഞാൻ നല്ല പ്രസാദം ഉണ്ടാക്കിയിട്ട് ഭഗവാന് കൊടുത്ത് നിവേദിച്ചിട്ട് ഭഗവത് പ്രസാദം കഴിച്ചു, ഭഗവാന്റെ നാമം കീർത്തിച്ചുകൊണ്ട് നല്ല വണ്ണം നൃത്തം ചെയ്തു, എനിക്ക് യാതൊരു നഷ്ടമില്ല, ഞാൻ പൂർണ്ണ സന്തോഷത്തോടെയാണ് ഭക്തി സേവനങ്ങൾ അനുഷ്ഠിച്ചത്. ഇനി അഥവാ ഇനി അവസാനം കൃഷ്ണൻ ഇല്ല എന്ന് വിചാരിച്ചാൽ എനിക്ക് യാതൊരു നഷ്ടമില്ല എന്ന്. എന്നാൽ നിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു. നീ ജീവിതകാലം ഭഗവാൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഭഗവാനെ മറന്ന് ജീവിക്കുന്നത്, ധാരാളം പാപകർമ്മങ്ങളൊക്കെ ചെയ്യുന്നു, അവസാന നിമിഷം നിനക്കറിയുന്നു ഭഗവാനുണ്ട്, നിനക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക എന്ന് ചോദിച്ചു. അപ്പോഴാ വ്യക്തി നിശ്ചലമാവുകയുണ്ടായി. എന്താണ് അദ്ദേഹത്തിന് അല്ലെ, പ്രഭുപാദർ പറഞ്ഞു, ഞങ്ങൾക്ക് യാതൊരു നഷ്ടമില്ല, നമ്മൾ ജീവിതകാലം മുഴുവൻ ഭഗവാന്റെ നാമം ജപിച്ച് സങ്കീർത്തനം ചെയ്തു, ഭഗവാന്റെ സങ്കീർത്തനം നൃത്തം ചെയ്തു, അത് കഴിഞ്ഞ് നല്ല ഭഗവാന്റെ പ്രസാദമൊക്കെ കഴിച്ചു, അതുകൊണ്ട് നമുക്കൊരു നഷ്ടവും ഇല്ല. നിങ്ങൾ അവസാന കാലം ഭഗവാൻ ഉണ്ടെന്ന് ബോധ്യമായാൽ എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ? ഒന്നും ചെയ്യാൻ സാധിക്കില്ല അല്ലെ. അജാമിളനെ കിട്ടിയ പോലെയൊന്നും ആർക്കും ലഭിക്കില്ല. അജാമിളൻ എന്താണ്, നേരത്തെ ഭക്തി സേവനങ്ങൾ അനുഷ്ഠിച്ചിരുന്നു. നേരത്തെ പറഞ്ഞല്ലേ, കുട്ടിയായിരുന്നപ്പോൾ ഭക്തി സേവനങ്ങൾ അനുഷ്ഠിച്ചിരുന്നു. പിന്നീട് കാട്ടിലേക്ക് പോയിട്ടുള്ളപ്പോഴാണ് ഇങ്ങനെയുള്ള ആ ഒരു ദൃശ്യം കാണുകയും ഒരു ശൂദ്ര സ്ത്രീയെ ആകർഷണാവുകയും ഇങ്ങനെ വഴിതെറ്റി പോവുകയൊക്കെ ചെയ്തത് അല്ലെ. അപ്പൊ വീണ്ടും ഭഗവാൻ അദ്ദേഹത്തോട് കാരുണ്യം കാണിച്ചു അല്ലെ. ഭഗവാൻ പറഞ്ഞു, നമ്മെ ഭക്ത പ്രണശിതി, എന്റെ ഭക്തൻ ഒരിക്കലും നാശമില്ല അല്ലെ. ഇങ്ങനെയൊക്കെ അധപ്പതിച്ചു പോയെങ്കിലും അവസാനം ഭഗവാൻ തന്നെ പ്രത്യേക കാരുണ്യം കാണിക്കും അല്ലെ. വിഷ്ണുദൂതന്മാരെ അവിടേക്ക് അയക്കുകയൊക്കെ ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഭക്തിയുടെ സേവനങ്ങൾ ചെയ്യുന്നത് ഒരിക്കലും നഷ്ടമാവില്ല അല്ലെ. ഭക്തി എന്ന് പറയുന്നത് സ്വല്പം അഭ്യസ്യ ധർമ്മസ്യ യാത്രായതേ. ഓക്കെ, ഹരേ കൃഷ്ണ. അപ്പൊ നമ്മൾ മറ്റുള്ളവർക്കും ഭഗവാന്റെ നാമം ജപിക്കുവാനും ഒക്കെ പറഞ്ഞു കൊടുക്കുക, അവരെയൊക്കെ കൃഷ്ണാഭാവത്തിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, ഹരേ കൃഷ്ണ. അപ്പൊ വേറൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ക്ലാസ്സിൽ ചുരുക്കാം. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കൈകെടുത്താം. ഹരേ കൃഷ്ണ.